ഹായ് അഭിരാം. ഹായ് രമ്യ. ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്കൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ, കാരണം എല്ലാവരും ജോയിൻ ചെയ്യണ്ടേ. അപ്പൊ ഇങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടേയിരിക്കുക, എനിക്ക് നമ്പർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വിശാഖ്, ഹായ് വിശാഖ്. രോഹിൽ, ഹായ്. ഗുഡ് ആഫ്റ്റർനൂൺ രേഷ്മ. രമേശ്, ഹലോ. ഹായ് പ്രദീപ്. എന്തായിരുന്നു കുഞ്ഞൂതയോ? എന്തായിരുന്നു ഒറിജിനൽ പേര്? ഹായ്. അർച്ചന, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ എല്ലാവരും വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പൊ ഇത് നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതിന്റെ നമ്മൾ കുറച്ചുകൂടി ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഓരോന്നും പഠിക്കുവാണ്. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഓൾറെഡി നിങ്ങൾക്ക് എല്ലാം അറിയാം. എല്ലാം അറിയാന്ന് വെച്ചാൽ നിങ്ങൾ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും. കാരണം അതുകൊണ്ടാണല്ലോ നിങ്ങൾ പ്രിലിംസ് ഒക്കെ പാസ്സായത്. ഓക്കെ. അപ്പോ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു കുറച്ച് സമയം തരാം, നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇനി ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫുൾ സ്റ്റോപ്പ് ചെയ്ത് മനസ്സിലായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാം മനസ്സിലായിട്ടില്ല എന്ന്. ഇപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് മനസ്സിലായിട്ടില്ല എന്ന് പറയാതെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് അത് നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ പറയാം, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. ഗോപകുമാർ, ഗുഡ് ആഫ്റ്റർനൂൺ. അഭിരാം, ഫുഡൊക്കെ കഴിഞ്ഞു. 3 മണിയായില്ലേ, അതൊക്കെ 1:30 കറക്റ്റ് ടൈം കഴിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ എടുക്കുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആണ്. നമ്മൾ സിലബസ് പ്രകാരം അതേപോലെ PSC എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേപോലെ കൃത്യം ഫോളോ ചെയ്യുന്ന ആൾക്കാരാട്ടോ നമ്മള്. യെസ്, അത് തുടങ്ങുന്നതിന് മുമ്പ് 2 കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് തുടങ്ങാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് കുറേ കോൾ നിങ്ങളുടെ നിന്ന് വരുന്നുണ്ട്. എനിക്ക് ചിലപ്പോൾ പലപ്പോഴും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ പെയ്ഡ് അല്ലേ, 4 മണിക്ക് പെയ്ഡ് കഴിയും, 4 മണിക്ക് ഞാൻ യൂട്യൂബിൽ എടുക്കും, അത് കഴിഞ്ഞ് വീണ്ടും പെയ്ഡിലേക്ക് പോകും. അപ്പോൾ വളരെ കുറച്ച് സമയം എനിക്ക് കിട്ടുന്നുള്ളൂ. ആ സമയം മാത്രം കോൾ വരുന്നത് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. പിന്നെ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, വാട്സപ്പിലല്ല സോറി, ടെലിഗ്രാമിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ റിപ്ലൈ പ്രതീക്ഷിക്കരുത്. കാരണം ഞാൻ ക്ലാസ്സുകളിൽ നിന്ന് ക്ലാസ്സുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഞാൻ ഫ്രീ ആവുമ്പോൾ അവൈലബിൾ ആവുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിപ്ലൈ അയക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ടെക്നിക്കൽ ഡൗട്ട്സ് ഒക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു ഗ്രൂപ്പിൽ നമ്പർ തന്നിട്ടുണ്ട്. ഓക്കെ, ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒരു നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ, ടെക്നിക്കൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് പരമായിട്ട് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. പിന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ലെറ്റ് മീ ചെക്ക് എന്ന് പറയുന്നത്, ഞാൻ തന്നില്ല ഒരു നമ്പർ, ആ നമ്പറിൽ ഞാൻ തന്നെ വിളിച്ച് ചോദിക്കുന്ന ആ കാര്യം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഡയറക്റ്റ് വന്ന് ചോദിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് അറിഞ്ഞിട്ടൊന്നുമില്ല. ടെക്നിക്കലി ഒന്നും വലിയ കാര്യമായിട്ട് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ആ നമ്പറിൽ വിളിക്കുമ്പോൾ എക്സാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കിട്ടും. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഭരണഘടന നിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, അതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഭരണഘടന നിർമ്മാണ സഭ എന്ന് പറയുന്നത് എന്തിനാണ് നമ്മുടെ രാജ്യത്തിന് എന്ന് പറയുമ്പോൾ, നമുക്ക് സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഭരണഘടന നിർമ്മാണ സഭ. ഈ സഭയിൽ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഭരണഘടന ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ ഭരണഘടന എന്തിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? ഭരണഘടന എന്ന് പറയുമ്പോൾ നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. അതെന്തിനാ ലീഗൽ ഡോക്യുമെന്റ്? ഇപ്പൊ ഞാനൊരു കാര്യം പറയാണ്, ഇന്നത് ചെയ്യല്ലേ, ഞാൻ ജസ്റ്റ് പറയാണ്, നിങ്ങൾ ഒരു വഴി കൂടെ പോകുമ്പോൾ പറയാണ്, ഈ വഴി കൂടെ പോവരുത്, ഈ വഴി കൂടെ പോകുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് പറയും, പിന്നെ ഞാൻ എന്തിനാ ഇയാളുടെ ഇഷ്ടം നോക്കണേ എന്ന് കൊണ്ട് പോവും, യാതൊരു കുഴപ്പമില്ല. പക്ഷെ അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുകയാണ്, ഗവൺമെന്റ് ആണ് വെച്ചിരിക്കുന്നത്, നിങ്ങൾ ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിക്ഷ കിട്ടും, ശിക്ഷാർഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുകയാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് പോയില്ല. കാരണം എന്താ? അതൊരു ലീഗലി ബൈൻഡിങ് ആണ് അല്ലെ. അത് ലീഗലി എന്തായിരുന്നു, അതിൽ കൂടെ പോകാൻ പാടില്ല, പോയി കഴിഞ്ഞാൽ എനിക്ക് ഫൈനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അതിന്റെ ബാക്കിൽ വരും. അതാണ് ലീഗൽ ഡോക്യുമെന്റിന്റെയും വെറുതെ ഒരു ഡോക്യുമെന്റിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത്. സോ നമ്മൾ എങ്ങനെയാണ് ഭരിക്കപ്പെടേണ്ടത്? ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ കുറച്ച് ചിട്ടയും
ക്രമങ്ങളൊക്കെ ഉണ്ട് അല്ലെ? ഏത് സ്ഥലത്ത് ജീവിക്കുമ്പോഴും, ഇപ്പൊ നമ്മുടെ വീട്ടിൽ ജീവിക്കുമ്പോഴും നമുക്ക് എഴുതിയിട്ടില്ലെങ്കിൽ പോലും എഴുതാത്ത ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അപ്പൊ അതേപോലെ നമ്മുടെ രാജ്യത്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അത് എങ്ങനെയാണ് നമ്മുടെ രാജ്യം, എങ്ങനെയാണ് നമ്മളൊക്കെ ജീവിക്കേണ്ടത് എന്നത് ശരിക്കും ഇതിലുണ്ട്. നമുക്ക് എങ്ങനെ ജീവിക്കാം? മറ്റുള്ളവർ അടിക്കാൻ പറ്റുമോ? ഇല്ല. അടിച്ചു കഴിഞ്ഞാൽ കേസാണ്. മറ്റുള്ളവർ ഉപദ്രവിക്കാനോ ഒന്നും പറ്റത്തില്ല. നമ്മുടെ ഒരു പുരാതന വസ്തുവിനെ നമുക്ക് എടുത്ത് വലിച്ചെറിയാൻ പറ്റും, നശിപ്പിക്കാൻ പറ്റുമോ? താജ്മഹലിന് പോയിട്ട് കല്ലെറിഞ്ഞ് ബോംബ് വെക്കാൻ പറ്റുമോ? പറ്റില്ല. എങ്ങനെയാണോ നമ്മൾ ജീവിക്കേണ്ടത് അത് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജീവിച്ചില്ലെങ്കിൽ എന്താണ് അതിന് പരിണത ഫലം അനുഭവിക്കുക, അതൊക്കെയാണ് ഭരണഘടനയിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഭരണഘടന നമുക്ക് വേണ്ടേ? അങ്ങനെ ഒരു നിയമങ്ങൾ നമുക്ക് വേണ്ടേ? ബ്രിട്ടീഷുകാര് അവിടെ നിന്ന് കച്ചവടത്തിനായിട്ട് വന്നാണ്. എന്നിട്ട് എന്തായി അവസാനം? അവരുടെ നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കണം എന്നുള്ള രീതിയിലായി. അപ്പോ ഈ ഭരണഘടനയിലൂടെ നമ്മൾ അവരുടെ എന്തിനാ എല്ലാം പാലിക്കുന്നത്? നമുക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന ഉണ്ടാക്കിക്കൂടെ എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് നമുക്ക് എന്തായിരുന്നു? സ്വന്തമായിട്ട് ഒരു ഭരണഘടന ഉണ്ടാവാണ്. അങ്ങനെ ഭരണഘടന ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമിതി അല്ലെങ്കിൽ സഭ, അതാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ മലയാളം എന്ന് പറയുന്നത് ഭരണഘടന നിർമ്മാണ സഭ എന്നാണെങ്കിൽ PSC ചിലപ്പോ സമിതി എന്ന് ചോദിച്ചാലും രണ്ടും രണ്ടാണെന്ന് വിചാരിക്കരുത്, രണ്ടും ഒന്നാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടനയ്ക്ക് കുറെ സവിശേഷതകളുണ്ട്. എല്ലാവർക്കും കുറെ സവിശേഷതകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഭരണഘടനയ്ക്കും സവിശേഷതകളുണ്ട്. എന്തൊക്കെയാണ് ഭരണഘടനയുടെ സവിശേഷതകൾ നോക്കാം. അപ്പൊ നമ്മള് ഇപ്പൊ ഇത് നോക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതെല്ലാം പഠിക്കും കേട്ടോ. ഇപ്പൊ ജസ്റ്റ് സവിശേഷത മാത്രമേ നോക്കുന്നുള്ളൂ. ഒന്ന്, പാർലമെന്റേറിയൻ ഭരണ സംവിധാനമാണ് നമ്മളുടെ. മൗലിക അവകാശങ്ങൾ അതിലുണ്ട്. നമ്മുടെ രാജ്യത്ത് എനിക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഞാൻ ചെയ്യേണ്ട കടമകളെ കുറിച്ച് പറയുന്നുണ്ട്. എന്റെ ഭരണകൂടം ചെയ്യേണ്ട കടമകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടുത്തെ നിയമവാഴ്ച എന്തെങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ജോയിന്റ് സിറ്റിംഗ്, സംയുക്ത വ്യവസ്ഥയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എഴുതപ്പെട്ട ഭരണഘടനയാണെന്ന് പറയുന്നുണ്ട്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയാണെന്ന് പറയുന്നുണ്ട്. ഏക പൗരത്വമാണ് നമ്മുടെ രാജ്യത്ത്. ഇതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ ഭരണഘടനയിൽ പറയാണ്. നമ്മുടെ ഭരണഘടന എങ്ങനെയാണെന്ന് പറയാണ്. ഇന്ന സവിശേഷതകളാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് ഉള്ളത് എന്നാണ് പറയുന്നത്. ഇതിൽ ഓരോന്നും നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും കേട്ടോ. ഇനി എഴുതപ്പെട്ട ഭരണഘടന, എഴുതപ്പെടാത്ത ഭരണഘടന. എന്താണ് എഴുതപ്പെട്ട ഭരണഘടനയും എന്താണ് എഴുതപ്പെടാത്ത ഭരണഘടനയും? എഴുതപ്പെട്ട ഭരണഘടന റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്തിനാ ഇത്രയും രാജ്യങ്ങൾ മാത്രം എഴുതിയിട്ടുള്ളത്? ബാക്കി കുറെ രാജ്യങ്ങളില്ലേ എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതായിട്ട്? നമ്മുടെ SCRT-യിൽ ഇത്ര രാജ്യങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ PSC ചോദിക്കുകയാണെങ്കിൽ ഈ രാജ്യങ്ങളുടെ അകത്തു നിന്നാണ് ചോദിക്കാൻ സാധ്യതയുള്ളൂ. പിന്നെ നമ്മുടെ അത്രയും രാജ്യങ്ങളും ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും പഠിക്കുവാണെങ്കിൽ കുറെ സമയം എടുക്കും. അപ്പൊ നമുക്ക് തൽക്കാലം ഇത് മാത്രം പഠിക്കാം. ആദ്യമാണ് ഇന്ത്യ. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ്, എഴുതപ്പെട്ട ഭരണഘടന ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. എങ്ങനെ ആവാതിരിക്കും? നമ്മൾ പലപ്പോഴും പല ആൾക്കാരുടെ നല്ല നല്ല സാധനങ്ങളൊക്കെ നമ്മൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെ കൂട്ടിച്ചേർത്ത് എന്തായിരുന്നു? വലിയ ഭരണഘടന ആയി. ഇനി അമേരിക്ക, അത് ഏറ്റവും ചെറിയ ഭരണഘടന. അതിന്ന് വരെ നമ്മൾ കൈയിട്ട് വാരിയിട്ട് കുറെ സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓസ്ട്രേലിയ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഇതൊക്കെ എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഇനി എഴുതപ്പെടാത്ത ഭരണഘടന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടൻ, ഇസ്രായേൽ, ഫ്രാൻസ്, ന്യൂസിലാൻഡ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതെന്താ എഴുതപ്പെടാത്ത ഭരണഘടന? അവിടെ ഭരണഘടന ഇല്ലേ? അപ്പൊ നമുക്ക് നിയമങ്ങളൊക്കെ ഉണ്ട് അല്ലെ? നമ്മുടെ ഭരണഘടനയിൽ അതൊക്കെ ഉണ്ട്. എഴുതപ്പെടാത്ത ഭരണഘടന എന്ന് പറയുമ്പോൾ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. എന്താ അതിന്റെ മീനിങ് എന്ന് പറയുന്നത്? എഴുതിയിട്ടില്ല എന്നാണോ? നമുക്ക് ഇംഗ്ലീഷില് മലയാളത്തിലേക്ക് ആക്കുമ്പോൾ അത് എഴുതപ്പെടാത്ത ഭരണഘടന എന്നാണെങ്കിൽ പോലും അർത്ഥം വേറെയാണ്. എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ നിയമങ്ങളും ഒരു സിംഗിൾ ഡോക്യുമെന്റിൽ, ഒറ്റൊരു സിംഗിൾ ഡോക്യുമെന്റിൽ നമ്മൾ ആക്കുന്നതിനാണ് എന്ത് പറയുന്നത്? എഴുതപ്പെട്ട ഭരണഘടന. അപ്പൊ ബ്രിട്ടനിലെ ഭരണഘടനയില്ലേ? ഉണ്ട്. പക്ഷെ അതെങ്ങനെയാ ഉള്ളത്? അവിടുത്തെ നിയമങ്ങള് പല ഡോക്യുമെന്റിലായിട്ടാണ് ഉള്ളത്. നമ്മളെ പോലുള്ള ഒരു സിംഗിൾ ഡോക്യുമെന്റിലില്ല. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്? അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എഴുതപ്പെടാത്ത ഭരണഘടന എന്ന്
പറയുന്നത്, അല്ലാതെ ഭരണഘടന എഴുതാത്തതൊന്നും അല്ല കേട്ടോ. അപ്പൊ ഇത് കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് വേണം. ഇതുവരെ മനസ്സിലായോ? മനസ്സിലായെങ്കിൽ മാത്രം മനസ്സിലായി എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഞാൻ ഈ ഒരു സ്പീഡിലായിരിക്കും ക്ലാസ് പോകുന്നത്, കാരണം നിങ്ങൾക്ക് എക്സാം ആണ്. അത് ഒത്തിരി സ്പീഡ് കൂട്ടത്തില്ല, പക്ഷെ ഈ ഒരു സ്പീഡിലായിരിക്കും ക്ലാസ് പോകുന്നത് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സാം ഒക്കെ ആവാറായില്ലേ, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ 7 മാർക്കിനാണുള്ളത്. അപ്പൊ ഏകദേശം എല്ലാം കവർ ചെയ്യണം. അത് ഇൻഡെപ്ത് ആയിട്ട് തന്നെ പോകണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. കുറച്ച് വർഷം മുമ്പ് PSC ഭയങ്കര ബേസിക് ചോദിച്ചപ്പോ അത് കഴിഞ്ഞിട്ട് 2019 മുതൽ ഇൻഡെപ്ത് ആയി ചോദിക്കാൻ തുടങ്ങി. നമ്മൾ ഇൻഡെപ്ത് പഠിച്ച് സെറ്റ് ആയപ്പോ ഇപ്പൊ ബേസിക്കും കുറെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ രണ്ടും നമുക്ക് പഠിക്കണ്ടേ, അതുകൊണ്ടാട്ടോ. ഓക്കെ ആണ്. ഓക്കെ, ഇത്രയും നമ്മൾ സെറ്റ് ആണ്. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു വ്യക്തിയെ കുറിച്ചാണ്, MN റോയ്. MN റോയ്ക്ക് ഒരു യഥാർത്ഥ പേരുണ്ട്. പുള്ളിക്കാരന്റെ പേര് MN റോയ് ആണെങ്കിലും ഒരു യഥാർത്ഥ പേരുണ്ട്. നരേന്ദ്ര ഭട്ടാചാര്യ എന്നാണ് പേര്. നരേന്ദ്ര ഭട്ടാചാര്യനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? MN റോയ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്തിനാ ഇദ്ദേഹത്തിന് ഇത്രയും നമ്മൾ കാര്യമായിട്ട് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1934 നമുക്കും വേണം ഒരു സ്വതന്ത്രമായിട്ട് ഭരണഘടന നിർമ്മാണ സമിതി, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് ആശയം ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തതാരാണ്? അത് നമ്മുടെ MN റോയ് ആണ്. ഏത് വർഷത്തിലാണ്? 1934 1934 ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ മറ്റൊരു കാര്യം കൂടി ആലോചിക്കണം. ഇതുവരെ അപ്പൊ ആർക്കും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വേണം. അപ്പൊ ഇതിനു മുമ്പും കുറെ സമ്മേളനങ്ങളുണ്ട്, കുറെ ഡിസ്കഷൻ വന്നു, ഒത്തിരി കുറെ ആൾക്കാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആശയമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും എന്തായിരുന്നു, ഒഫീഷ്യലി പറയുന്ന ആളുടെ പേര് മാത്രം നമുക്ക് പഠിക്കേണ്ടുള്ളൂ. അപ്പൊ ഇദ്ദേഹം 1934 ഒരു ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ് ഈ ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യക്ക് ഒരു സ്വതന്ത്രമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണം. എന്തിനാണ്? നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഇനി പുള്ളിക്കാരനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ജനകീയ ആസൂത്രണത്തിന്റെ അല്ലെങ്കിൽ ജനകീയ പദ്ധതിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് MN റോയിനെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാപകരിൽ ഒരാളാണ് ആരാണ്? MN റോയ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ അംഗമായിട്ടുള്ള ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? MN റോയ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ MN റോയിനെ കുറിച്ച് സാധാരണ രീതിയിൽ PSC ചോദിക്കാറില്ല. ഏറ്റവും കൂടുതൽ PSC ചോദിക്കാറുള്ളത് ഇതാണ്. 1934 ഇന്ത്യക്കായിട്ട് ഒരു സ്വതന്ത്ര ഭരണഘടന അസംബ്ലി വേണമെന്ന് പറഞ്ഞത് MN റോയ് ആണ്. ഒഫീഷ്യലി പ്രപ്പോസ് ചെയ്താണ് ഇദ്ദേഹം. ഇന്ത്യൻ പാട്രിയോട്ട് എന്ന ന്യൂസ് പേപ്പറിലൂടെയാണ് പ്രപ്പോസ് ചെയ്തത്. ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. എന്ന് വെച്ച് ബാക്കിയുള്ളത് പഠിക്കണ്ടെന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ളത് പഠിക്കണം, പക്ഷെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇതിനാണ്. ഓക്കെ, അങ്ങനെ MN റോയ് പറഞ്ഞു. ഒന്ന് ആലോചിക്കുക, ഈ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ എന്തോരം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്നാണല്ലേ. ഇത്രയും ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് കച്ചവടത്തിനായി വന്നു, പിന്നീട് ഇവിടെ ഭരിക്കാനൊക്കെ തുടങ്ങി, അവരെങ്ങനെ സുഖിച്ചിരിക്കുക. ഈ സമയത്താണ് നമ്മുടെ MN റോയ് പറയുന്നത്, 1934 MN റോയ് പറയുന്നത് ഞങ്ങൾക്കൊരു ഭരണഘടനാ നിർമ്മാണ സമിതി വേണമെന്ന്. MN റോയ് പറഞ്ഞത് കൊണ്ട് മാത്രം ബ്രിട്ടീഷുകാർ സമ്മതിക്കോ? ഇല്ല. പിന്നെ എന്താ സംഭവിച്ചത്? MN റോയ് ഉണ്ടാക്കിയ ഈ സ്ഥാപനങ്ങളും ഓർഗനൈസേഷൻസ് അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട കൃതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷന്റെ അണ്ടറിലല്ല, എന്നാലും നിങ്ങൾ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അങ്ങനെ കുറെ സംഭവങ്ങളില്ലേ, അതിന്റെ കീഴിൽ നോക്കേണ്ട സംഭവങ്ങളാണ്. എന്നാലും ഞാൻ വെറുതെ ഇരിക്കട്ടെ എന്നുകൊണ്ട് കൊടുത്താണ്, വായിക്കണം കേട്ടോ. അപ്പൊ MN റോയ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണം എന്ന് പറഞ്ഞു. അപ്പോ ശരി, എല്ലാവരും ഓക്കെ, അടിപൊളിയാണല്ലോ ആശയം എന്ന് മനസ്സിൽ പറഞ്ഞപ്പോ നമ്മുടെ സ്വരാജ് പാർട്ടി ഉണ്ടായിരുന്നു. സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത് 1923 ജനുവരി 1 CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ രണ്ട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒരു സംഘടന തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ പറയില്ലേ, ഞാൻ ചെയർമാൻ നീ സെക്രട്ടറി, അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഇവിടെ എന്താണ്, CR ദാസിന്റെ അടുത്ത് പറഞ്ഞു, CR ദാസെ താങ്കളാണ് പ്രസിഡന്റ്, മോത്തിലാൽ നെഹ്റു ആരാണ്? സെക്രട്ടറി. കാരണം ഇവരാണല്ലോ തുടങ്ങിയത്, പിന്നെ ഇവർക്ക് വേറെ വല്ലവന്മാരെയും കൊണ്ടിട്ട് ഈ സെക്രട്ടറിയും അതുപോലെ തന്നെ പ്രസിഡന്റ് ആക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇവരെന്നെ ഒരാള് പ്രസിഡന്റും ഒരാള് സെക്രട്ടറി ആയിട്ട് സ്ഥാപിച്ചാണ് ഈ സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോ 34 MN റോയ് പറയുമ്പോൾ ഈ 34 തന്നെ ആര് പറയുന്നുണ്ട്? നമ്മുടെ സ്വരാജ് പാർട്ടി പറയുന്നുണ്ട് നമുക്കും വേണം ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന്. അതായത്
ആദ്യമായി ഒഫീഷ്യലി ഒരു പാർട്ടി, ഏത് പാർട്ടിയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണമെന്ന ആശയം മുന്നോട്ട് വെച്ചത്? അത് സ്വരാജ് പാർട്ടിയാണ്. ആളാരാണ്, വ്യക്തി ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് എം.എൻ. റോയ് ആണ്. പാർട്ടി ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വരാജ് പാർട്ടിയാണ് വരുന്നത് കേട്ടോ. ഒരു കാര്യം ആലോചിക്കാം, ഈ സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് വലിയ പാർട്ടിയല്ല, ചെറിയൊരു പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി പറഞ്ഞതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഓക്കെ ഇപ്പൊ തന്നെ തരാം സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് തരാം, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തരാം എന്ന് ഒരു ഡയലോഗ് അവരുടെ ഭാഗത്തുനിന്ന് വരുമോ? ഇല്ല. പിന്നെ ആര് പറയണം? അന്നത്തെ കാലത്ത് ഏറ്റവും പ്രസിദ്ധി ആർജിച്ച ഏറ്റവും വലിയൊരു പാർട്ടി ഉണ്ടായിരുന്നു. ഏതാ പാർട്ടി? ഏതാ ആ പാർട്ടി? ആർക്കെങ്കിലും അറിയാവോ ഏതാ ആ പാർട്ടി? യെസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, INC. അപ്പൊ അന്നത്തെ കാലഘട്ടത്ത് ഏറ്റവും പ്രശസ്തി ആർജിച്ച ഒരു പാർട്ടിയാണ് INC എന്ന് പറയുന്നത്. അപ്പൊ സ്വരാജ് പാർട്ടി പറഞ്ഞാലൊന്നും കേൾക്കില്ല. പിന്നെ അവർക്കുള്ള കുഴി അവർ തന്നെ തോണ്ടിയതാണ് നമ്മുടെ എന്തായിരുന്നു INC എന്ന് പറയുന്നത്. അപ്പൊ 1885 ഡിസംബർ 28 A.O. ഹ്യൂമിന്റെ നേതൃത്വത്തിലുള്ള ഒരു പാർട്ടിയാണ് INC എന്ന് പറയുന്നത്. ശരിക്കും അവർ നമുക്ക് തുടങ്ങി തന്നത് നിങ്ങൾ ഹിസ്റ്ററിയിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അതായത് നമ്മൾ ഭയങ്കര ശല്യമായിരുന്നു അവർക്ക്. അപ്പൊ അവര് വിചാരിച്ചു ഓക്കെ ഒരു സ്റ്റേജ് കെട്ടിക്കൊടുക്കാം, അപ്പോ ശല്യം ചുറ്റും ബഹളം ഉണ്ടാക്കില്ലല്ലോ, ആ സ്റ്റേജിൽ കയറി എന്ന് പറയുമല്ലോ എന്താണെങ്കിലും. ആ ഒരു ഐഡിയയിൽ തന്നെയാണ്, അതായത് ശല്യം ഒന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് INC ഉണ്ടാക്കിയത്. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ല കേട്ടോ, നമ്മുടെ INCയുടെ യഥാർത്ഥ ഫൗണ്ടർ ആയിട്ടുള്ള ലോർഡ് ഡഫ്രിൻ അദ്ദേഹത്തിന്റെ ബുക്കിൽ എഴുതിയതാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ആള് INC ഉണ്ടാക്കിയത് എന്ന് കേട്ടോ. അപ്പൊ അങ്ങനെ വന്ന INC പിന്നീട് എന്തായിരുന്നു, വളർന്ന് 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 പന്തലിച്ചു. വലിയൊരു, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു പാർട്ടി ആയിട്ട് മാറുകയാണ്. അങ്ങനെ 1934 അതേ വർഷം തന്നെ എന്ത് ചെയ്യാണ്, INC ഡിസ്കസ് ചെയ്യാണ്, നമുക്കും ഒരു ഭരണഘടന അസംബ്ലി വേണം, ഒരു ഭരണഘടന നിർമ്മിക്കാനുള്ള ഒരു സഭ നമുക്കും വേണമെന്ന് പറയാണ്. അന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. അപ്പൊ ബോംബെ സമ്മേളനത്തിന് ഭയങ്കര ചർച്ച ചെയ്തു. അപ്പൊ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, 1935 ബ്രിട്ടീഷുകാർ ഒരു നിയമം കൊണ്ടുവരും. കാരണം 34 അവിടെ ബില്ലൊക്കെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ 35 ഒരു നിയമം കൊണ്ടുവരും. അപ്പൊ ഇവിടെ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ആ 35 നിയമത്തിൽ ചിലപ്പോൾ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടെങ്കിലോ. അപ്പൊ ഇവർ വിചാരിച്ചു ഓക്കെ ശരിയാണ്, പിന്നെ ഇവിടെ കുറച്ച് ശാന്ത സ്വഭാവമുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവർ വിചാരിച്ചു ഓക്കെ നമുക്കൊന്ന് സമയം കൊടുക്കാം, വെയിറ്റ് ചെയ്യാം. 34 ഇവർ പറയുന്നത്, 35 ആകുമ്പോഴേക്കും നമുക്ക് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതല്ലേ. അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വരുമല്ലോ, വരട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ 35 നിയമം വരികയാണ്. 35 നിയമത്തില് നമ്മൾ ഇങ്ങനെ നോക്കി എന്താ നിയമത്തിലുള്ളതെന്ന്. അപ്പൊ ഇവര് കാര്യമായിട്ട് 1934 ഡിസംബർ 19 ബില്ലൊക്കെ അവതരിപ്പിച്ച് 35 നിയമമൊക്കെ ആയി. അപ്പൊ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുള്ള ഗുണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ കാർബൺ കോപ്പി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. കാരണം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ആക്ടിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കടം എടുത്തിരിക്കുന്നത് ഈ ഒരു ആക്ടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ലോങ് ആയിട്ടുള്ള ഒരു ആക്ട് തന്നെയായിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുമ്പോൾ. നമ്മൾ നോക്കുമ്പോൾ ഇതില് കുറെ ഉണ്ട്, ഒത്തിരി കാര്യങ്ങൾ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ വരുന്നുണ്ട്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമായത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്, വട്ടമേശ സമ്മേളനങ്ങളിലെ നിർദ്ദേശങ്ങൾ, 3ാം വട്ടമേശ സമ്മേളനത്തിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച വൈറ്റ് പേപ്പർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഒത്തിരി കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് പറഞ്ഞതിൽ ഇപ്പൊ കേന്ദ്രത്തിൽ ഒരു ഫെഡറൽ മാതൃകയുള്ള ഒരു ഗവൺമെന്റ് കൊണ്ടുവരികയാണ്, പ്രൊവിൻസിന് ഓട്ടോണമി കൊണ്ടുവരികയാണ്, അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ഇവിടെ അവസരം കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഇത് കേൾക്കുമ്പോൾ ഓക്കെ കുഴപ്പമില്ല, നല്ലതാണ് എന്ന് നമുക്കൊരു ധാരണ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഡെമോക്രസിക്ക് അടിത്തറ പാകിയത് ഈ 35 ഈ നിയമമാണ്. അതുകൂടാതെ തന്നെ റിസർവ് ബാങ്ക്, ഫെഡറൽ കോടതി, അതുപോലെ തന്നെ ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തി ഗവർണറിനെ സംസ്ഥാനത്തിന്റെ ഭരണത്തലവനായിട്ട് നിയമിക്കുക, ഇതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുവാണ്. ഒത്തിരി കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. അപ്പോ ഈ ഒരു ആക്ടിന്റെ മുഖ്യ ശില്പി എന്ന് പറയുന്നത് സർ സാമുവൽ ഹോയർ ആണ്, ഇതിന്റെ മുഖ്യ ശില്പി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ആക്ടിന് 321 സെക്ഷനുകളും 10 ഷെഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ടായിരുന്നു ശക്തമായിട്ടുള്ള ബ്രേക്ക് ഉള്ളതും
എഞ്ചിൻ ഇല്ലാത്തതുമായിട്ടാണ് ഈ യന്ത്രം അവർ കണക്കാക്കുന്നതെന്ന്. അതിന്റെ എഞ്ചിൻ ഇല്ല എന്ന് പറയുന്നത് നമ്മൾ മെയിൻ ആയിട്ട് കാത്തിരിക്കുന്ന എന്താ? ഇതൊക്കെ വന്നത് നല്ല കാര്യമാണ്. ഭാവിയിൽ നമ്മളൊരു സ്വതന്ത്രമായിട്ടുള്ള രാജ്യമാവുമ്പോൾ ഇതിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്, അതൊക്കെ സമ്മതിച്ചു. പക്ഷെ എന്തായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച എന്തായിരുന്നു? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടായിരുന്നില്ല. നമ്മൾ അതിനല്ലേ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നു. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇപ്പൊ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് 34 ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ കട്ട വെയിറ്റ് ചെയ്യാണ് ഈ ഒരു ആക്ടിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഈ നിയമം പാസ്സാകുമ്പോഴുള്ള വൈസ്രോയി വെല്ലിംഗ്ടൺ ആണ്, നിലവിൽ വരുമ്പോൾ ലിൻഡിൽകോ ആണ് കേട്ടോ. അങ്ങനെ 35 നമ്മൾക്ക് മനസ്സിലായി എന്തായിരുന്നു? ഇതൊരു നടക്കി പോകത്തില്ല. നമുക്ക് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എന്തില്ല? ഉറപ്പായിട്ടും ഭരണഘടനാ നിർമ്മാണ സമിതി എന്താണ് 35 ആക്ടിലില്ല. നമുക്ക് സ്വന്തമായിട്ട് ഇനിയിപ്പോ ഭരണഘടനാ നിർമ്മാണ സമിതി വേണം. ഇനി വേറെ രക്ഷയില്ല. കാരണം ബ്രിട്ടീഷുകാർ നമ്മൾ നോക്കിയിരുന്നു, പക്ഷെ അവർ നമ്മളെ നന്നായി തേച്ചു. അതുകൊണ്ട് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ എന്ത് ചെയ്യാണ്? 37 ഫൈസ്പൂർ സമ്മേളനത്തിൽ വെച്ചിട്ട് INC നിർബന്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യക്ക് ഒരു സ്വതന്ത്ര ഭരണഘടന നിർമ്മാണ സഭ വേണം. നമുക്ക് സ്വതന്ത്രമായിട്ട് എന്ത് വേണം? ഒരു ഭരണഘടനാ നിർമ്മാണ സഭ നമുക്ക് എന്തായാലും വേണം. ഇനിയിപ്പോ ബ്രിട്ടീഷുകാരനെ വെയിറ്റ് ചെയ്യേ അല്ലെങ്കിൽ അവരുടെ ഇപ്പൊ നിയമം വന്ന് ഇപ്പൊ സെറ്റാക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുകയൊന്നുമില്ല. നമ്മൾ വൻ പ്രശ്നങ്ങൾ, ഭയങ്കര അലമ്പൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ ഇവിടെ എന്തായിരുന്നു? അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് ഓഫർ വരികയാണ്. 1940 ഓഗസ്റ്റ് 8 അന്നത്തെ വൈസ്രോയി ആയ ലിൻലിത്ഗോ ഇങ്ങനെ ഓഗസ്റ്റ് ഓഫർ കൊണ്ടുവരികയാണ്. എന്തിനാന്ന് വെച്ചാൽ അവര് പറയുന്നത്, നിങ്ങൾ ഞങ്ങളെ 2ാം ലോക മഹായുദ്ധത്തില് സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടൊരു ഓഫർ തരാം. സൂപ്പർ ഓഫർ ആണ്. എന്താണ് ഓഫറിന് അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ല, നമ്മൾ ഇങ്ങോട്ട് തരാം. അതായത് അതിന് പകരം നമ്മൾ എന്താ, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകണം. അപ്പൊ ഓഗസ്റ്റ് ഓഫർ അനുസരിച്ച് ഇന്ത്യക്ക് എന്തായിരുന്നു? പുത്രികാ രാജ്യപദവി, അതായത് ഡൊമീനിയൻ സ്റ്റാറ്റസും പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടന നിർമ്മാണ സഭയും രൂപവൽക്കരിക്കാന്ന് പറഞ്ഞു. ഇതാണ് അവരുടെ ഓഫർ എന്ന് പറയുന്നത്. അപ്പോ പുത്രികാ രാജ്യപദവി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കുറെ രാജ്യങ്ങളുണ്ട്, അതിൽ നിങ്ങളാണ് ഏറ്റവും ഫേവറേറ്റ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ സുഖമായിട്ട് ഇവിടെ ഭരിക്കാം. പക്ഷെ എന്താ, കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ടാവും. നമ്മുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഇന്ത്യക്കാരൊക്കെ ഉണ്ടാവും, പക്ഷെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഞങ്ങളാ. ആ ഒരു രീതിയിലേക്ക് മാറ്റാം. അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ട്, നിങ്ങളുടെ സ്വന്തം രാജ്യം പോലെ കരുതാം. അപ്പോഴും രാജ്യം നമുക്ക് തന്നിട്ടില്ല, രാജ്യം പോലെ കരുതാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഓഗസ്റ്റ് ഓഫർ കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഈ ഓഗസ്റ്റ് ഓഫർ കണ്ടപ്പോ തന്നെ നമുക്കറിയാം. നമ്മൾ പറഞ്ഞു വേണ്ട, നിങ്ങൾക്ക് ഇത്രയും ഉപകാരം ചെയ്യണ്ട എന്ന് പറഞ്ഞ് നമ്മൾ അത് റിജക്ട് ചെയ്യാണ് വേണ്ടത്. നമുക്ക് അങ്ങനെ ഇപ്പൊ ഡൊമിനിയൻ സ്റ്റാറ്റസ് ഒന്നും വേണ്ട, നമുക്ക് കിട്ടുവാണെങ്കിൽ എന്താണ്, പൂർണ്ണ സ്വരാജ് കിട്ടണം എന്നുള്ള ലെവലിലാണ് നമ്മൾ. അത് കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു, അതായത് ഒരു 2 വർഷം കഴിഞ്ഞപ്പോ വീണ്ടും വേറൊരെണ്ണം വന്നു. എന്താ ഒരെണ്ണം? ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത് 1942 മാർച്ച് 22 സർ സ്റ്റഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തില് ലിൻഡിൽകോ ആയിരുന്നു കേട്ടോ ആ സമയത്തും വൈസ്രോയി എന്ന് പറയുന്നത്. നമ്മുടെ വിൻസൺ ചർച്ചിൽ ഇങ്ങോട്ട് അയച്ചതാണ് ക്രിപ്സിനെ. അപ്പൊ ക്രിപ്സ് മിഷന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്തായിരുന്നു? പുത്രികാ രാജപദവി, അതായത് ഡൊമീനിയൻ സ്റ്റാറ്റസ്. നിങ്ങൾക്ക് ഡൊമീനിയൻ സ്റ്റാറ്റസ് തരാട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരികയാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് ഷോക്കായി. ഇതല്ലേ നേരത്തെയും പറഞ്ഞത്, പേര് മാത്രം വേറെയാണ്. അത് ഓഗസ്റ്റ് ഓഫർ ആയിരുന്നു 40. 42 നിങ്ങൾ ഞങ്ങളുടെ കൂടെ യുദ്ധത്തിന് കട്ടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു സർപ്രൈസ് ഉണ്ട്. എന്താണ്? ഡൊമീനിയൻ സ്റ്റാറ്റസ് തരാന്ന്. നമുക്ക് അങ്ങോട്ട് കലി കയറില്ല. ഇതന്നെയല്ലേ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇവിടെ ക്രിപ്സ് മിഷനുമായിട്ട് ചർച്ച നടത്തിയത് നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദ് ഒക്കെ ആയിരുന്നു. ഓക്കെ, ചർച്ച അവിടെ നടത്തിയത്. അപ്പൊ കോൺഗ്രസ് ഇത് അംഗീകരിച്ചിട്ടില്ല. കാരണം നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു, നമുക്ക് സ്വാതന്ത്ര്യം അല്ലാതെ അതിൽ കുറച്ചൊന്നും വേണ്ട എന്ന് ഓൾറെഡി പറഞ്ഞു വിട്ടതാണ് അല്ലെ. ഓഗസ്റ്റ് ഓഫറിൽ നമ്മൾ റിജക്ട് ചെയ്ത അവര്. എന്നിട്ട് വീണ്ടും എന്തായിരുന്നു, പഴയ കുപ്പി അല്ലെ പുതിയ കുപ്പിയിൽ പഴയ വൈനൊക്കെ ഒഴിച്ചു കൊണ്ടുവരില്ലേ, അതേപോലെയാണ് ഇവര് വീണ്ടും കൊണ്ടുവന്നത്. അപ്പൊ മുസ്ലിം ലീഗ് ഇത് അംഗീകരിക്കാത്തതിന്റെ കാര്യം പാകിസ്ഥാൻ വാദം അവർ അംഗീകരിച്ചില്ല. അതുകൊണ്ട് ഇവര് പറഞ്ഞു ഞങ്ങൾ ഇത് അംഗീകരിക്കില്ല എന്ന്. അപ്പൊ അങ്ങനെ ഇതും എന്തായിരുന്നു, അവരുടെ ഏകദേശം ക്രിപ്സ് മിഷന്റെ കാര്യത്തിലും തീരുമാനമായി. കാരണം നമ്മൾക്ക് ഇത് ഓക്കെ അല്ല, നേരത്തെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അവർ വേറെ പുതിയൊക്കെ മാറ്റി, നമ്മൾ പൊട്ടന്മാരോ പുതിയ പേരൊക്കെ മാറ്റിയിട്ട് നൈസായിട്ട് വീണ്ടും നമ്മുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുകയാണ്. നമ്മൾ പറഞ്ഞു വേണ്ട, നമുക്ക് നന്നായിട്ട് അറിയാം ഇവരിങ്ങനെ ഓരോരോ പേരും ഇട്ടിട്ട് ഓരോ സംഭവങ്ങൾ കൊണ്ടുവരാണ്. അത് കഴിഞ്ഞ് പിന്നെയും നമ്മള് കുറെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ കുറെ സമരമാർഗങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും കൂടി വരുന്നുണ്ട്. അവർക്ക് ഒന്നാമത് ഭയങ്കര പ്രഷർ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ശല്യം വേറെ,
പിന്നെ നമ്മുടെ ശല്യമല്ല, നമ്മുടെ ആവശ്യവും അവർക്ക് ശല്യവും. അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധം, അതിന്റെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അവർ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വേവൽ പ്ലാൻ വരികയാണ്. 1945 വേവൽ പ്ലാൻ വരുന്നത്. ഓക്കെ, 1945 വേവൽ പ്ലാൻ വരുന്നത്. അപ്പൊ ഇത് മുന്നോട്ട് വെച്ച വൈസ്രോയി വേവലാണ്. 1945 ജൂൺ 14. അപ്പോ ഇത് മുന്നോട്ട് വെച്ച വൈസ്രോയി ആണ് വേവൽ പ്രഭു. അപ്പൊ പുള്ളിക്കാരന്റെ പേര് തന്നെയല്ലേ. ഇപ്പൊ ഞാനൊരു കാര്യമായിട്ട് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ വേറെ ആരെങ്കിലും ഒക്കെ പേരിട്ട് എനിക്കൊരു വിഷമാവില്ലേ? അത് കാരണം വേവൽ പ്രഭു മുന്നോട്ട് വെച്ചതിന്റെ ആ ഒരു പ്ലാന്റെ പേരെന്താ? വേവൽ പ്ലാൻ. ഓക്കെ, അപ്പൊ 1945 വരുന്നത്. അപ്പോ ഈ വേവൽ പ്ലാന് അവിടെ എപ്പോഴും ചർച്ചയായിരുന്നല്ലോ, എല്ലാത്തിനും ഉണ്ടായിരുന്നു ഒരു ചർച്ച. അപ്പൊ ഇതിനും ചർച്ച ഉണ്ടായിരുന്നു. ഈ ചർച്ച വിളിച്ചു കൂട്ടിയ യോഗത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സിംല കോൺഫറൻസ്. അപ്പൊ സിംല കോൺഫറൻസ് എപ്പോഴാണ് നടന്നത്? 1945. 1945 സിംല കോൺഫറൻസ് നടന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഏത് മുതൽ ഏത് വരെയാണ് ഉണ്ടായിരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ജൂൺ 25 മുതൽ ജൂലൈ 14 വരെയാണ് ഉണ്ടായത്. ഓക്കെ, ജൂൺ 25 മുതൽ ജൂലൈ 14 വരെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 21 മെമ്പേഴ്സ് ആയിരുന്നു പങ്കെടുത്തത്. 21 മെമ്പേഴ്സ് ആയിരുന്നു ഇതിൽ പങ്കെടുത്തത്, വേവൽ പ്ലാന്റെ ആ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തത്. അപ്പൊ ഇത് പരാജയപ്പെട്ടു കേട്ടോ, ഇതും പരാജയപ്പെട്ടു. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ നമ്മുടെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടല്ലോ, നിങ്ങൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ട്. അപ്പൊ അവിടെ മുസ്ലിങ്ങളെ നോമിനേറ്റ് ചെയ്യാം. അതിനൊരു അവകാശം എന്തായിരുന്നു? മുസ്ലിം ലീഗിന് മാത്രമായിട്ട് വേണമെന്ന് ജിന്ന വാദിക്കുകയാണ്. അത് ആക്സെപ്റ്റ് ചെയ്തില്ല. അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ കാരണം ഇത് പരാജയപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു പ്ലാന് ഒരു നല്ലൊരു കാര്യം ചെയ്തു. എന്താണ്? വേവൽ പ്ലാൻ ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഭരണഘടന നിർമ്മിക്കാനുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഒരു പ്ലാനിനെ കൊണ്ട് നമുക്ക് ഒരു ഗുണമുണ്ടായി. അപ്പൊ ഇന്ത്യക്ക് സ്വതന്ത്രമായിട്ടൊരു ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ച പ്ലാൻ ഏതാണ്? 1945 വേവൽ പ്ലാൻ. ഓക്കെ, 1945 വേവൽ പ്ലാൻ. ഇതിന്റെ ഉപജ്ഞാതാവാരാണ്? വേവൽ പ്രഭു തന്നെ. അത് കഴിഞ്ഞ് അങ്ങനെ ഏകദേശം 45 ആകുമ്പോഴേക്കും ഇത് കാര്യം സെറ്റാണ്, അവർക്കൊരു ഭരണഘടനയൊക്കെ കൊടുക്കാം എന്നുള്ള ലെവലിലായി. അതിനു വേണ്ടിയിട്ട് ചുമ്മാതെ എന്നാ ശരി നാളെ മുതൽ നിങ്ങൾക്ക് ഭരണഘടന തരാം എന്ന് പറയാൻ പറ്റൂ? ഇല്ല. അതിനു വേണ്ടിയിട്ട് വേറൊരു സംഭവം കൊണ്ടുവന്നു, ക്യാബിനറ്റ് മിഷൻ. നമുക്കറിയാലേ ക്യാബിനറ്റ് മിഷൻ. ശരിക്കും ഇതിന്റെ പേരെന്തായിരുന്നു എന്നറിയോ? ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി. എന്തായിരുന്നു പേര്? ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി. ഇതിന്റെ പേരാണ് ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി. അപ്പൊ ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റിയിൽ എന്താണ് മെയിൻ ആയിട്ട് കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇവിടുത്തെ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1946 മാർച്ച് 24 ഇവിടേക്ക് എത്തിയത്, ഇന്ത്യയിലേക്ക് എത്തിയത്, ഡൽഹിയിലേക്ക്. അപ്പൊ 23 കറാച്ചിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇന്ന് പാകിസ്ഥാനിലാണല്ലോ. അപ്പൊ ഇന്ത്യയിലേക്ക് എത്തിയത് 24 ഇപ്പോഴും വേവൽ തന്നെയാണ് ഇവിടത്തെ എന്ത് ചെയ്യുന്നത്, ഇവിടത്തെ വൈസ്രോയി. ആരാണ് അയച്ചത്? ക്ലെമന്റ് ആറ്റ്ലി. അന്നത്തെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു അയച്ചത്. കാരണം വിൻസൺ ചർച്ചിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. വിൻസൺ ചർച്ചിൽ താഴെ വീണു, എന്നിട്ട് ക്ലെമന്റ് ആറ്റ്ലി പ്രധാനമന്ത്രിയായി. അപ്പൊ ക്ലെമന്റ് ആറ്റ്ലി ആണ് ഇങ്ങോട്ട് അയച്ചത്. അപ്പോ ഈ ക്യാബിനറ്റ് മിഷനിൽ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊക്കെ PSC ചോദിക്കുന്നതാണ് കേട്ടോ. പെത്തിക് ലോറൻസ് ആണ്. പെത്തിക് ലോറൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ഹെഡ് ആണ്. ഓക്കെ, ഇതിന്റെ ലീഡർ ആണ് പെത്തിക് ലോറൻസ് എന്ന് പറയുന്നത്, ഹെഡ് ആണ് പെത്തിക് ലോറൻസ് എന്ന് പറയുന്നത്. കൂടാതെ 2 പേരും കൂടി ഉണ്ടായിരുന്നു. ആരൊക്കെയാ അത്? സ്റ്റാഫോർഡ് ക്രിപ്സും AV അലക്സാണ്ടറും. അപ്പൊ 2 പേരും കൂടി ആയിരുന്നു ഉണ്ടായിരുന്നത്. സ്റ്റാഫോർഡ് ക്രിപ്സും AV അലക്സാണ്ടർ ആയിരുന്നു ഈ 2 പേരെന്ന്. അങ്ങനെ 3 പേരിന്റെയാണ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ, അല്ലെങ്കിൽ ഈ 3 പേരായിരുന്നു ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്നാണ് നിങ്ങൾ PSC എക്സാമുകളിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷെ എപ്പോഴെങ്കിലും ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ PSC തെറ്റിച്ചു എന്ന് വിചാരിക്കരുത്. ഇതിന്റെ ഒറിജിനൽ പേര് ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി തന്നെയാണ്. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാവാനുള്ള ഒരു റീസൺ, അല്ലെങ്കിൽ ആ ഭരണഘടനാ നിർമ്മാണ സഭ നിർദ്ദേശിച്ചത് ആരാണ്? അത് ക്യാബിനറ്റ് മിഷൻ ആണ് കേട്ടോ. ഈ ക്യാബിനറ്റ് മിഷൻ 4 കാര്യങ്ങളാണ് ഇവിടെ മെയിൻ ആയിട്ട് ശുപാർശ ചെയ്തത്. ഒന്നാമത്, ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തി ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കുക. അടുത്തത്, ഇടക്കാല ഗവൺമെന്റിന് രൂപീകരിക്കുക. സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടപ്പിലാക്കുക. ഫെഡറൽ ഗവൺമെന്റ് രൂപീകരിക്കുക. ഇതായിരുന്നു മെയിൻ അവരുടെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്.
അപ്പൊ ഈ റിപ്പോർട്ട് 1946 മെയ് 16 സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് പ്രകാരം ഇവർ ഫൈനലി സമ്മതിച്ചു, നമുക്ക് ശരിയായിക്കോട്ടെ, ഒരു ഭരണഘടന നിർമ്മാണ സമിതി അല്ലെങ്കിൽ ഒരു സഭ നിങ്ങൾക്ക് തരാം, നിങ്ങൾ അങ്ങോട്ട് തുടങ്ങിക്കോ മക്കളെ, നമ്മുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞ് ഇവര് സമ്മതിച്ചു. നമ്മുടെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കിയേ, ഒരു ഭരണഘടനാ നിർമ്മാണ സഭ നമ്മൾക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വർഷം ഇവരുടെ പുറകിൽ ഓരോന്നും പറഞ്ഞ് നടക്കേണ്ട ഒരു അവസ്ഥ വന്നു അല്ലെ. അങ്ങനെ നമ്മള് ഇവിടെ ഭരണഘടനാ നിർമ്മാണ സഭ തുടങ്ങാം എന്നുള്ള ലെവലിൽ എത്തുവാണ് ചെയ്യുന്നത്. ഇതുവരെ മനസ്സിലായോ? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയണം കേട്ടോ. ഇതുവരെ മനസ്സിലായോ? ഇതുവരെ മനസ്സിലായോ? മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യണേ. ഹായ് സന്ധ്യ, ഹായ് സന്ധ്യ. മാക്സിമം എല്ലാവരും കമന്റ് ചെയ്യണം. എനിക്കറിയാം കുറെ പേർക്ക് കമന്റ് ചെയ്യാൻ പറ്റില്ല, കുറെ പേര് വർക്ക് ചെയ്യാണ്, ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം നന്നായിട്ട്. നിങ്ങൾക്ക് കമന്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കമന്റ് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ എനിക്കൊരു സമാധാനം. ഓക്കെ ഫൈൻ. അപ്പൊ അങ്ങനെ ശുപാർശ ഒക്കെ ചെയ്ത് നമ്മൾ എന്തായിരുന്നു, ഓക്കെ നമുക്കും കിട്ടി ലോട്ടറി എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കര സന്തോഷിച്ച് എന്ത് ചെയ്യാണ്, ഇനിയിപ്പോ നമുക്ക് ഭരണ മിഷൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റായിട്ട് ആദ്യം കോൺഗ്രസിന്റെ ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിക്കുകയാണ്, എക്സ്പേർട്ട് കമ്മിറ്റി. കോൺഗ്രസിന്റെ എക്സ്പേർട്ട് കമ്മിറ്റി ഇവിടെ വരികയാണ്. അപ്പൊ എന്തിനാണ് എക്സ്പേർട്ട് കമ്മിറ്റി? നമുക്കറിയാം അപ്പുറത്ത് എന്തായിരുന്നു, ഭരണഘടനാ നിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് നമ്മുടെ കോൺഗ്രസ് എന്ത് ചെയ്യാണ്, 1946 ജൂലൈ 8 ഒരു എക്സ്പേർട്ട് കമ്മിറ്റിനെ രൂപീകരിക്കുകയാണ്. അപ്പൊ ഈ എക്സ്പേർട്ട് കമ്മിറ്റി എന്താണ്, ഭരണഘടന നിർമ്മാണ സഭ അവർ തുടങ്ങിക്കോ എന്ന് പറഞ്ഞ ഉടനെ നമുക്ക് പെട്ടെന്ന് അന്ന പിന്നെ റെഡി 1 2 3 സ്റ്റാർട്ട് എന്നുകൊണ്ട് തുടങ്ങാൻ പറ്റുമോ? ഇല്ല. അതിന് കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻസ് വേണം, മെറ്റീരിയൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഈ എക്സ്പേർട്ട് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ ചെയർമാൻ ആരാണ്? ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ് ഇതിന്റെ ചെയർമാൻ. എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് കേട്ടോ. ജവഹർലാൽ നെഹ്റു ആണ് എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ചെയർമാൻ. അതുകൂടാതെ 8 പേരാണ് മൊത്തം എക്സ്പേർട്ട് കമ്മിറ്റിയിൽ ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എക്സ്പേർട്ട് കമ്മിറ്റി 8 പേര്. ഓക്കെ, എക്സ്പേർട്ട് കമ്മിറ്റി 8 പേര്. ആ ഒരു രണ്ടിലും എ ഇല്ലേ, കണക്ട് ചെയ്താൽ മതി. ആരൊക്കെ 8 പേര്? എം അസഫ് അലി. ഈ 8 പേരിനൊന്നും PSC ചോദിച്ച് കണ്ടിട്ടില്ല, അത് ജസ്റ്റ് നിങ്ങൾ നോക്കി വെക്കുക. എം അസഫ് അലി, KM മുൻഷി, N ഗോപാലസ്വാമി അയ്യങ്കാർ, KT ഷാ, DR ഗാഡ്ഗിൽ, ഹുമയൂൺ കബീർ, K സന്താനം. അപ്പോ ഈ ഒരു കമ്മിറ്റിക്ക് 2 സിറ്റിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എത്ര സിറ്റിങ്ങുകളാണ്? 2 സിറ്റിംഗ് ആണ് ഈ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നത്. എപ്പോഴാണ് 2 സിറ്റിംഗ്? 1946 തന്നെയാണ്, ഈ വർഷം തന്നെയാണ് കേട്ടോ. 1946കളിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് കേട്ടോ. 1946 തന്നെയായിരുന്നു 2 സിറ്റിംഗ് ഉണ്ടായിരുന്നത്. ഒന്ന് ജൂലൈ 20 മുതൽ 22 വരെ, അതായത് ഒരു 3 ദിവസം ന്യൂഡൽഹിയിൽ ഒരെണ്ണം. അടുത്തത് ഓഗസ്റ്റ് 15 മുതൽ 17 വരെ ഒരു 3 ദിവസം എവിടെ? ബോംബെയിലും. മൊത്തം 6 ദിവസം. കാരണം ഇനിയിപ്പോ ഇതിന്ന് വിശുദ്ധമായിട്ട് നമുക്ക് മെറ്റീരിയൽസ് തയ്യാറാക്കാന്നൊക്കെ പറഞ്ഞാൽ അത്രയും സമയമില്ലേ, അതുകൊണ്ട് 2 സിറ്റിംഗ് 3 ദിവസം 6 ദിവസം. സംഗതി ക്ലിയർ. അപ്പൊ മെറ്റീരിയൽസ് ഒക്കെ ഇവരിവിടെ തയ്യാറാക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് എങ്ങനെയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുവാണ്. നവംബർ ആയപ്പോഴേക്കും എന്തായിരുന്നു, ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം ഏകദേശം സെറ്റായി, ഏകദേശം അവസാനിച്ചു. അപ്പൊ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പോലെയല്ല. നമുക്ക് അന്നത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കൺട്രോൾഡ് വോട്ടിംഗ് ഒക്കെയാണ് അല്ലെ. അപ്പോ 1946 ഡിസംബർ 6 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥാപിതമാവുകയാണ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി സ്ഥാപിതമാകുകയാണ്. എപ്പോഴാണ്? ഡിസംബർ 6. ഈ ഡേറ്റുകൾ തമ്മിൽ കൺഫ്യൂഷൻ ആക്കരുത്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും PSC നമ്മൾ ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കണ കുറച്ച് ഡേറ്റുകൾ ഉണ്ട് ഇതിൽ. അതിൽ ഒന്നാമത്തെ ഡേറ്റ് ആണ് 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി സ്ഥാപിച്ചത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എസ്റ്റാബ്ലിഷ് ചെയ്തത്. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് 389 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 389 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എങ്ങനെയാ ഈ 389 അംഗങ്ങൾ വരുന്നത്?
292 അംഗങ്ങള് പ്രൊവിൻസിൽ നിന്നാണ്, ബ്രിട്ടീഷ് പ്രൊവിൻസിൽ നിന്നാണ് 292 അംഗങ്ങളെയും വന്നത്. ഇനി 93 പേര് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് നിന്നാണ്, നാട്ടുരാജ്യങ്ങളുടെ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. 4 പേരെന്ന് പറയുന്നത് ചീഫ് കമ്മീഷണർ പ്രൊവിൻസിൽ നിന്നാണ്, അതായത് ചീഫ് കമ്മീഷണർ നേരിട്ട് നോക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂണിയൻ ടെറിട്ടറി ഒക്കെ പോലെ, ഓക്കെ, അതുപോലെയായിരുന്നു 4 പേര്. ഈ 4 സ്ഥലങ്ങൾ ഉണ്ടല്ലോ, അതേതാണ്? PS ചോദിച്ചിട്ടുണ്ട്. ഒന്ന് അജ്മീർ മൊവാര, അവിടെ നിന്ന് ആരായിരുന്നു? മുകുന്ദ് ബിഹാരി ലാൽ ഭാർഗവയാണ്. ഇനി അടുത്തത് ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ, അവിടെ നിന്ന് ആരായിരുന്നു? ഖാൻ അബ്ദുൽ സമദ് ഖാൻ ആണ്. അടുത്തത് കൂർഗ്, കൂർഗില് CM പുനാച്ച, ഡൽഹി ദേശബന്ധു ഗുപ്ത. ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ നോക്കാം ABCD. A ഫോർ അജ്മീർ, B ഫോർ ബലൂചിസ്ഥാൻ, C ഫോർ കൂർഗ്, D ഫോർ ഡൽഹി. ഇതായിരുന്നു ആ 4 പ്രൊവിൻസ് എന്ന് പറയുന്നത് ചീഫ് കമ്മീഷണറിന്റെ. ABCD ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. ഇവിടെ നമ്മള് ഈ 4 എന്തായിരുന്നു? ചീഫ് കമ്മീഷണേഴ്സിന്റെ പ്രൊവിൻസ് ആണ്. ദാറ്റ് മീൻസ് ഓൾറെഡി ഒരു 292 ഉണ്ട്, പ്ലസ് ഒരു 4 ഉണ്ട്. PSC 296 എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോ നമ്മൾ വിചാരിച്ചോ തെറ്റാണോ എന്ന് വിചാരിച്ചു. പക്ഷെ തെറ്റല്ല, ഈ 4 പറയുന്നത് പ്രൊവിൻസ് ആണ്. അപ്പൊ 296 എന്ന് പറഞ്ഞാലും ശരിയാണ്. ഓക്കെ, ചിലപ്പോ ഇതും ചോദിക്കും ഇതും ചോദിക്കാം. രണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ ഇത് ഏതിലെങ്കിലും വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷനോ ഒന്നും പാടില്ല. ഈ 96 ശരിയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ചീഫ് കമ്മീഷണേഴ്സിന്റെയും പ്രൊവിൻസ് ഉണ്ട്, അതും ബ്രിട്ടീഷ് പ്രൊവിൻസ് തന്നെയാണ്. അതും കൂടി കൂട്ടിയിട്ടാണ് ഇത് 296 വരുന്നത് കേട്ടോ. ഇനി ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതില് ഈ ഒരു തെരഞ്ഞെടുപ്പില് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ആർക്കായിരുന്നു? കോൺഗ്രസിനായിരുന്നു. 208 സീറ്റുകളാണ്. 82% ഭൂരിപക്ഷം നേടിയത്. ഓക്കെ, 82% നേടിയത്. മുസ്ലിം ലീഗ് 73 സീറ്റും മറ്റുള്ളവര് 15 സീറ്റുമാണ് ആകെ നേടിയത്, ടോട്ടൽ നേടിയത്. അപ്പൊ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്ന ഭരണഘടനയിലെ പാർട്ടി ഏതായിരുന്നു? അത് കോൺഗ്രസ് ആയിരുന്നു. ആ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആയിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും അധികം എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ, ഏത് പ്രൊവിൻസിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്? യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ തെരഞ്ഞെടുത്തത്. 55 ആൾക്കാർ ഇവിടെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ തന്നെ 15 വനിതകൾ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ സ്പ്ലിറ്റ് ആയതിനു ശേഷം 2 പേര് അങ്ങോട്ട് പാകിസ്ഥാനിലേക്ക് പോയി. 15 വനിതകളായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതില് അംഗങ്ങളെ തെരഞ്ഞെടുത്ത് നമ്മൾ പറഞ്ഞു കൺട്രോൾഡ് വോട്ടിങ്ങിലൂടെയാണ് തെരഞ്ഞെടുത്തത്. അപ്പൊ അങ്ങനെയായിരുന്നു മുൻപ് ഇത്ര എണ്ണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ത്യയും പാകിസ്ഥാനും 2 ആയി അല്ലെ? എങ്ങനെയായിരുന്നു? ഒരു സീറ്റിലേക്ക് ഒരാൾ, രണ്ടും സെയിം ആണ് അമൽ കൃഷ്ണ, രണ്ടും സെയിം ആണ് വരുന്നത്. ഓക്കെ, രണ്ടും സെയിം ആണേ. അടുത്തത് നമ്മൾ അങ്ങനെയല്ലേ പറയാ, രണ്ടും സെയിം ആണല്ലോ, ഒരു സീറ്റിലേക്ക് ഒരാളാണ്. ക്ലിയർ ആണോ അമൽ കൃഷ്ണ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ആൻസർ കാണാനില്ല. ആൻസർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയണം. ഓക്കെ അല്ലേ? പ്രിൻസ്ലി സ്റ്റേറ്റ് പാർട്സ് അവിടുന്ന് റെപ്രസെന്റേറ്റീവ്, ഓക്കെ, പ്രതിനിധികൾ ഉണ്ടായിരുന്നു 93. അതായിരുന്നു നമ്മൾ പറഞ്ഞത്, 93 പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാ പറയുന്നത്. ഇത് സെയിം ആണ്. നമ്മൾ 389 എന്ന് പറയുന്നത് പ്രൊവിൻസിൽ നിന്നും പ്രിൻസ്ലി സ്റ്റേറ്റ് നിന്നുമാണ്. ഓക്കെ, 2 സ്ഥലത്തു നിന്നാണ് വരുന്നത്. മറ്റേ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 93 പേരെന്ന്. ഓക്കെ ആണോ? വേറെ ആർക്കെങ്കിലും ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഒന്ന് പറയണേ. കാരണം ഒരാൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിലോ, ആർക്കെങ്കിലും ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ ആണോ? അമൽ, പ്രദീപ്, ആഷിഖ് ഓക്കെ ആണ്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇനി ഇന്ത്യ വിഭജിച്ചു. അപ്പൊ നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും ഇടയിൽ വെച്ചിട്ട് എന്തായിരുന്നു? 2 ആയി. ഓക്കെ, രണ്ടും 2 പാത്രത്തിലായി. 2 പേരും പിരിഞ്ഞു. പിരിഞ്ഞപ്പോ എത്രയായിരുന്നു ബാക്കിയുള്ള അംഗങ്ങള്? നമുക്ക് 389 പേരായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞു എവിടെ നിന്നാണ്? പ്രൊവിൻസിൽ നിന്നും പ്രിൻസ്ലി സ്റ്റേറ്റ്സ് നിന്നും. അപ്പൊ രണ്ടും കൂട്ടിയിട്ടാണ് 389. അത് ഇന്ത്യയും പാകിസ്ഥാനും കൂടിയായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ പാകിസ്ഥാനിലേക്ക് കുറച്ച് പേര് പോയി. അങ്ങനെ ബാലൻസ് എത്ര പേരായി? നമുക്ക് 299 പേരായി. എവിടെ നിന്നായിരുന്നു? 299 അംഗങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് 389 അംഗങ്ങളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു.
ഇന്ത്യ വിഭജനത്തിന് ശേഷം എത്ര അംഗങ്ങളായി? 299 അംഗങ്ങളായിട്ട് മാറുകയാണ്. ഇതിൽ തന്നെ 229 അംഗങ്ങൾ എന്ന് പറയുന്നത് പ്രൊവിൻസിൽ നിന്നാണ്. അതുപോലെ തന്നെ 70 അംഗങ്ങൾ എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? പ്രിൻസ്ലി സ്റ്റേറ്റ്സ് നിന്നാണ്, നാട്ടുരാജ്യങ്ങളിൽ നിന്നാണ് 70 അംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, 70 അംഗങ്ങൾ എവിടെ നിന്നാണ്? നാട്ടുരാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇതിൽ തന്നെ ഷെഡ്യൂൾഡ് വിഭാഗത്തിൽപ്പെട്ടവര് 28 പേരായിരുന്നു, 15 വനിതകളായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു എത്ര വനിതകൾ ഉണ്ടെന്ന് പറഞ്ഞത്? 17 എണ്ണം ഉണ്ട് എന്നാ പറഞ്ഞത്. പക്ഷെ 2 പേര് പാകിസ്ഥാനിൽ പോയപ്പോ 15 വനിതകളായി. 17 മലയാളികളും എവിടെ ഉണ്ടായിരുന്നു? ഇതിലുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. 17 മലയാളികളും ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്തത് ആരൊക്കെയാണ് ഈ 17 വനിതകൾ, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇപ്പൊ ഉള്ള 15 എണ്ണം ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇതിൽ ആരൊക്കെയാ മലയാളികൾ എന്ന് നിങ്ങൾ പറയാവോ? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ബീഗം ഐസസ് റസൂൽ, ദുർഗാബായ് ദേശ്മുഖ്, ഹൻസ മേത്ത, കമല ചൗധരി, ലീല റോയ്, മാലതി ചൗധരി, പൂർണിമ ബാനർജി, രാജ്കുമാരി അമൃത് കൗർ, രേണുക റായ്, സരോജിനി നായിഡു, സുചേത കൃപാലിനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, ആനി മസ്കറിംഗ്. അപ്പൊ ഇവരൊക്കെ എന്തായിരുന്നു? അവിടുത്തെ നമ്മുടെ ബാക്കി വന്ന 15 വനിതകളായിരുന്നു. 2 പേര് എങ്ങോട്ട് പോയി? 2 പേര് പാകിസ്ഥാനിൽ പോയി. ആരൊക്കെയാണ്? ബീഗം ജഹനാര ഷാനവാസം, ബീഗം ഷേസ്ത സുഹവദി ഇക്രാമുള്ള. ഇവർ 2 പേര് എന്തായിരുന്നു? പാകിസ്ഥാനിൽ പോയി. ഓക്കെ, അപ്പൊ ഇവരായിരുന്നു ആ ഒരു 17 പേര്. ഇതിൽ ആരൊക്കെയായിരുന്നു മലയാളികൾ? ആരാണ്? 3 മലയാളി വനിതകൾ ഉണ്ടായിരുന്നു. ആരാണ് ഈ 3 മലയാളി വനിതകൾ? ആരാണ് 3 മലയാളി വനിതകൾ? ആരാണ് 3 മലയാളി വനിതകൾ? യെസ്, അതെ, അമ്മു സ്വാമിനാഥനും ആനി മസ്കറിനും ദാക്ഷായണി വേലായുധനും. ഇവരാണ് 3 മലയാളി വനിതകൾ എന്ന് പറയുന്നത് കേട്ടോ. ഇവര് 3 പേരാണ് മലയാളി വനിതകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാജ്കുമാരി അമൃത് കൗർ ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി. സുചേത കൃപാലിനി നമുക്കറിയാം എന്തായിരുന്നു? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ മുഖ്യമന്ത്രിയായിരുന്ന ആദ്യ വനിതയൊക്കെയാണ്. സരോജിനി നായിഡു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഗവർണറായ ആദ്യ വനിതയാണ്. ഇനി ഹൻസ ജീവരാജ് മേത്ത സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടുള്ള വനിതയാണ്. 1947-48 മനുഷ്യാവകാശ കമ്മീഷനിലെ ഇന്ത്യൻ പ്രതിനിധി കൂടിയാണ്. ഇത് PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മനുഷ്യാവകാശ കമ്മീഷനിലെ ഇന്ത്യൻ പ്രതിനിധിയും ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗവുമായ വനിത ആരാണ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാരാണ്? ഹൻസ ജീവരാജ് മേത്തയാണ്. ഇനി അങ്ങനെ ഏകദേശം നമുക്ക് ആൾക്കാരൊക്കെ സെറ്റായി. 1946 ഡിസംബർ 9 ആദ്യത്തെ മീറ്റിംഗ് നടക്കുക, ആദ്യ സമ്മേളനം നടക്കുകയാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. ഒത്തിരി തവണ PSC ചോദിക്കുന്ന ഒരു ഡേറ്റ് കൂടിയാണ് ഇത് കേട്ടോ. 1946 ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നു. ഈ ആദ്യ സമ്മേളനത്തിൽ എത്ര പേരായിരുന്നു അറ്റൻഡ് ചെയ്തത്? 207 അംഗങ്ങളാണ് പങ്കെടുത്തത്. ഇതിൽ തന്നെ 9 പേര് ആരായിരുന്നു? വനിതകളായിരുന്നു. ഇതിൽ 9 പേര് വനിതകളായിരുന്നു. ഓക്കെ, 9 പേര് വനിതകളായിരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത്, ഇതിപ്പോ ഡിസംബർ 9 ആയിട്ടുള്ളൂ. ആ സമയത്ത് എന്തായിരുന്നു? ആദ്യ സമ്മേളനമാണ്. ആദ്യ സമ്മേളനം ആകുമ്പോൾ പ്രസിഡന്റിനെ തെരഞ്ഞെടുപ്പും ഇലക്ഷനും ഒന്നും അവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ തൽക്കാലം എന്ത് ചെയ്തു? ഇപ്പൊ ഫ്രാൻസിൽ ഒരു സംവിധാനം ഉണ്ട്, ഇപ്പോഴും നമ്മൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രോട്ടോൺ സ്പീക്കർ നമ്മൾ പഠിക്കും. അത് പ്രോട്ടോൺ സ്പീക്കർ എന്നുള്ള രീതിയിൽ ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും വേണ്ട തൽക്കാലം അധ്യക്ഷനായിട്ട് ഇരിക്കാൻ വേണ്ടി, അതിന് വേണ്ടിയിട്ട് ഫ്രഞ്ച് സമ്പ്രദായം അനുസരിച്ച് അവിടെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരാളെ തെരഞ്ഞെടുക്കാണ്. അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോ ഏറ്റവും സീനിയർ മോസ്റ്റ് ഇതാ അവിടെ ഇരിക്കുന്നു. ആരാ? സച്ചിദാനന്ദ സിൻഹ. ഓക്കെ, ഇതാ അവിടെ ഇരിക്കുന്നുണ്ട് സച്ചിദാനന്ദ സിൻഹ. അപ്പൊ പുള്ളിനെ പിടിച്ച് താൽക്കാലിക അധ്യക്ഷനായി. അപ്പൊ 1946 ഡിസംബർ 9 അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടന നിർമ്മാണ സഭയിലെ ആദ്യത്തെ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടന നിർമ്മാണ സഭയിലെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഈ 3 ക്വസ്റ്റ്യനും PSC ചോദിച്ചിട്ടുള്ളതാണ്. 3ന്റെയും ആൻസർ എന്തായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്.
അപ്പൊ ഈ ഒരു സമ്മേളനം നടന്നത് ഡൽഹിയിലെ പാർലമെന്ററിയൻ ഹാളിലാണ് ഇപ്പോ നടന്നത്. പാർലമെന്ററി ഹാളിലാണ് ഈ ഒരു സമ്മേളനം നടന്നത്. അപ്പോ എക്സാക്ട് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാള്, പിന്നീട് അത് സെൻട്രൽ ഹാൾ എന്നൊക്കെ പേര് മാറ്റുന്നുണ്ട് കേട്ടോ. 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രസിഡന്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ സ്ഥിരമായിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഭരണഘടനാ നിർമ്മാണ സഭയിലെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ രാജേന്ദ്ര പ്രസാദും, നേരത്തെ പറഞ്ഞ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. അപ്പൊ രണ്ടും കൂടി കൺഫ്യൂഷൻ ആവരുത്. ഈ 3 ക്വസ്റ്റ്യൻസും PSC ചോദിച്ചതാണ്. ഓക്കെ, ഇനി കൂടാതെ HC മുഖർജിയും VT കൃഷ്ണമാചാരിയും, ഇവര് 2 വൈസ് പ്രസിഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, 2 വൈസ് പ്രസിഡൻസ്. അപ്പൊ ഇവിടെ PSC എങ്ങനെയാ നിങ്ങളെ തെറ്റിക്കാന്നറിയോ ഈ വൈസ് പ്രസിഡൻസിന്റെ കാര്യത്തില്? VT കൃഷ്ണമാചാരി, നമുക്ക് വേറൊരു കൃഷ്ണമാചാരി ഉണ്ട്, TT കൃഷ്ണമാചാരി ഉണ്ട്. TT കൃഷ്ണമാചാരി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുണ്ട്, TT കൃഷ്ണമാചാരി. അപ്പോൾ ചിലപ്പോൾ PSC ചോദിക്കും താഴെ കൊടുത്തിരിക്കുന്നതില് ആരാണ് നമ്മുടെ ഉപാധ്യക്ഷൻ ചോദിക്കും. അപ്പൊ VT കൃഷ്ണമാചാരി, TT കൃഷ്ണമാചാരി. നമുക്ക് കൃഷ്ണമാചാരി മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇങ്ങനെ ആലോചിച്ചാൽ മതി. HC മുഖർജി അത് ഓർമ്മ ഉണ്ടാവില്ല, അത് ഡിഫറെന്റ് ആയിട്ടുള്ള പേരാണ്. HC മുഖർജി ഉപാധ്യക്ഷൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത്, വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് കൃഷ്ണമാചാരി വീട്ടിലിരിക്കും. 2 പേരുണ്ടല്ലോ, അപ്പൊ എന്തിനാ 2 പേരും കൂടി അവിടെ ബുദ്ധിമുട്ടണേ? ലോജിക്കലായി ചിന്തിക്കരുത്, ഓർമ്മ നിൽക്കാൻ വേണ്ടി പറഞ്ഞതാ. 2 പേരുണ്ട്, 2 പേരും കൂടി അവിടെ ഇരിക്കേണ്ട കാര്യമില്ല. ഒരാൾ ഉപാധ്യക്ഷനായിരിക്കും, മറ്റൊരാൾ വീട്ടിൽ പോയിരിക്കട്ടെ. VT കൃഷ്ണമാചാരി കേട്ടോ, അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഇനി അത് കഴിഞ്ഞ് 1946 ഡിസംബർ 13 ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുകയാണ്. അപ്പൊ ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് വരുന്നത്? പ്രിയാമ്പിൾ. അത് നമുക്ക് അടുത്ത ക്ലാസ് നമ്മൾ പഠിക്കും പ്രിയാമ്പിൾ കേട്ടോ. അപ്പോ ഈ ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യാണ്? ലക്ഷ്യപ്രമേയം മുന്നോട്ട് വെക്കുകയാണ്. അതാണ് പിന്നീട് പ്രിയാമ്പിൾ ആയത്. ഈ ലക്ഷ്യപ്രമേയം അടുത്ത മാസം തന്നെ ജനുവരി 22 1947 ജനുവരി 22 എല്ലാവരും ഏകകണ്ഠമായിട്ട് ഇത് അംഗീകരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു ലക്ഷ്യപ്രമേയം എല്ലാവരും അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് പിന്നീട് നമ്മുടെ ആമുഖമായിട്ടൊക്കെ വരുന്നത്. ഇനി 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി എന്തായിരുന്നു? നിയമനിർമ്മാണ സഭ എന്തായിട്ട് മാറുകയാണ്? ഭരണഘടനാ നിർമ്മാണ സഭ എന്തായിട്ട് മാറുകയാണ്? നിയമനിർമ്മാണ സഭയായിട്ട് മാറുകയാണ്. 17 തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ നിയമനിർമ്മാണ സഭയായിട്ട്, ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായിട്ട് സമ്മേളനവും നമ്മൾ 17 തന്നെ നടക്കുവാണ്. ഓക്കെ, 17 നടക്കുവാണ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ GV മാവലങ്കർ ആയിരുന്നു ആദ്യത്തെ സ്പീക്കർ. ഇതിൽ ഒത്തിരി തവണ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. GV മാവലങ്കർ ആയിരുന്നു ആദ്യത്തെ സ്പീക്കർ. ആരാണ്? GV മാവലങ്കർ ആയിരുന്നു. ഇനി ദേശീയ പതാക 1947 ജൂലൈ 22 ദേശീയ പതാക അംഗീകരിക്കുന്നത്. ഓക്കെ, ദേശീയ പതാക അംഗീകരിക്കുന്നത് 1947 ജൂലൈ 22. അത് കഴിഞ്ഞിട്ട് 1900 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. 1949 നവംബർ 26 ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ജൂലൈ 22. യെസ്, ഫ്ലാഗ് ഡേ. അതെ അഭിരാം, ഫ്ലാഗ് ഡേ എന്നറിയപ്പെടുന്നത് ജൂലൈ 22 അപ്പൊ 1949 നവംബർ 26 എന്താണ്? 1949 നവംബർ 26 എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുകയാണ്. ഓക്കെ, നിലവിൽ വരികയല്ല, അംഗീകരിക്കുകയാണ്. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. PSC ചോദിക്കാറുണ്ട്, 2 ഡേറ്റുകളിൽ നിന്ന് നമ്മൾ കൺഫ്യൂഷൻ ആക്കാറുണ്ട്. അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത്. ഇങ്ങനെ അംഗീകരിക്കുന്ന സമയത്ത് ഇന്ന് കാണുന്ന എല്ലാ ആർട്ടിക്കിളുകളും ഉണ്ടായിരുന്നോ? ഇല്ല. നിലവിൽ വരുന്ന സമയത്താണ് കുറേയും കൂടി ആർട്ടിക്കിൾ കൂട്ടിച്ചേർക്കുന്നത്. അംഗീകരിക്കുന്ന സമയത്ത് എന്തായിരുന്നു? ഇവിടെ 5, 6, 7, 8, 9, 60, 324, 366, 367, 379, 380 അങ്ങനെയുള്ള കുറെ ആർട്ടിക്കിൾ ഉണ്ടല്ലോ. ഈ ആർട്ടിക്കിൾ പഠിക്കണം എന്ന് ചോദിച്ചാൽ പഠിക്കണം കേട്ടോ. നമുക്ക് പഠിക്കണ്ടായിരുന്നു, പക്ഷേ PSC ഇപ്പൊ ശരിയല്ല, എവിടെ നിന്നൊക്കെയാ ചോദിക്കണതല്ല, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു.
അത് കാരണം ഇതും കൂടി പഠിക്കണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്തായിരുന്നു 1949 നവംബർ 26 തന്നെ നിലവിൽ വരികയാണ് ചെയ്യുന്നത്. ഇത്രയും ആർട്ടിക്കിള് നിലവിൽ വരികയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുവാണെങ്കിൽ ബാക്കിയൊക്കെ കുറെയൊക്കെ നമ്മൾ ആഡ് ഓൺ ചെയ്തത് പിന്നീടാണ്. അത് കഴിഞ്ഞ് 1950 ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ആവുകയാണ് ചെയ്യുന്നത്. ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ആവുമ്പോൾ ഇത്രയും ബാക്കിയുള്ളതും കൂടി ആഡ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇനി 1950 ജനുവരി 24 നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നതിന് 2 ദിവസം മുമ്പ് നമ്മൾ എന്തൊക്കെ പരിപാടിയായിരുന്നു ചെയ്തത്? നമ്മുടെ നാഷണൽ ആന്തം നമ്മൾ അഡോപ്റ്റ് ചെയ്തു, നാഷണൽ സോങ് അഡോപ്റ്റ് ചെയ്തു, ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറഞ്ഞ് അവസാനത്തെ സമ്മേളനം അന്നായിരുന്നു. ഓക്കെ, അവസാനത്തെ സമ്മേളനം അന്നായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത്, ജനുവരി 26 നിലവിൽ വരുന്നത്. അപ്പോ ഈ 2 ഡേറ്റും കൂടി കൺഫ്യൂഷൻ ആവരുത്. 1949 നവംബർ 26 എന്ത് ചെയ്യാണ്? അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. 1950 ജനുവരി 26 നിലവിൽ വരികയാണ് ചെയ്യുന്നത്. തുടർന്ന് പറയാണ് ഈ അധികാരം, പരമാധികാരം ആരിലാണ്? ജനങ്ങളിലാണ് എന്നാണ് പറയുന്നത്. ഈ പരമാധികാരം ജനങ്ങളിലാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ രാഷ്ട്രതലവൻ ആരാണ്? രാഷ്ട്രപതിയാണ്. എങ്കിലും യഥാർത്ഥ അധികാരം ആരുടെ കയ്യിലാണ്? പ്രധാനമന്ത്രിയുടെയും കേന്ദ്രമന്ത്രി സഭയുടെയും കയ്യിലാണ്. അല്ലെങ്കിൽ പ്രധാനമന്ത്രി തലവനായിരിക്കുന്ന കേന്ദ്രമന്ത്രി സഭയിലാണ് യഥാർത്ഥ അധികാരം എന്നൊക്കെ ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ഇവിടുത്തെ യഥാർത്ഥ അധികാരികൾ ജനങ്ങളാണ് എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് കുറെ കാര്യങ്ങൾ വീണ്ടും അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചിഹ്നം ആനയായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തിനാ ആന? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചിഹ്നം ആനയാക്കുന്നത് എന്തിനാ? ഒത്തിരി പേര് കളിയാക്കി ആനയാക്കിയത് കൊണ്ട്. നമ്മുടെ ഭരണഘടന എങ്ങനെയാ? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ്. അപ്പൊ എല്ലാരും കളിയാക്കി. എന്താ? നന്നായി ആന എന്ന് എടുത്തത്. അപ്പൊ തന്നെ ആന വലുപ്പത്തിലാണല്ലോ നിങ്ങളുടെ ഭരണഘടന സഭ എന്നൊക്കെ പറഞ്ഞ് കുറെ ട്രോളൊക്കെ അന്നത്തെ കാലഘട്ടത്ത് കളിയാക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ ആന എന്ന് പറയുമ്പോൾ വെറും ആനയല്ല, അന്നത്തെ ആ ഒരു നമ്മുടെ ഇന്ത്യയില്ലേ, ആ ഇന്ത്യയിൽ ഒരു ആന, നടുവിലൊരു ആന, അതാണ് നമ്മുടെ എംപ്ലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ HV അയ്യങ്കാർ ആണ് നമ്മുടെ സെക്രട്ടറി. ആരായിരുന്നു? HV അയ്യങ്കാർ ആയിരുന്നു സെക്രട്ടറി. SN മുഖർജി ആരായിരുന്നു? മെയിൻ ആയിട്ട് ഈ കരട് ഡ്രാഫ്റ്റ് ചെയ്യുന്ന വ്യക്തി ആരായിരുന്നു? നമ്മുടെ SN മുഖർജി ആയിരുന്നു. സർ BN റാവു ആരായിരുന്നു? ഇതിപ്പോ PSC ഇടക്കിടക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ. BN റാവുവിനെ കുറിച്ച് ഇടക്കിടക്ക് ചോദിക്കുന്നുണ്ട്. BN റാവു ആണ് ഭരണഘടന ഉപദേഷ്ടാവായിട്ട്, ഓക്കെ, ഭരണഘടന ഉപദേഷ്ടാവായിട്ട് നിയമിക്കപ്പെടുന്നത്. BN റാവു ആണ് നിയമിക്കപ്പെടുന്നത്. ഇനി നമ്മുടെ കാലിഗ്രാഫർ ആരാണ്? അത് പ്രേം ബിഹാരി നരേൻ റായ്സാദെ ആയിരുന്നു കാലിഗ്രാഫർ എന്ന് പറയുന്നത്. ഇനി ഭരണഘടനയുടെ ഹിന്ദി പതിപ്പിന്റെ കാലിഗ്രഫി ആരായിരുന്നു? വസന്ത് കൃഷ്ണ വൈദ്യയും. ആരായിരുന്നു? വസന്ത് കൃഷ്ണ വൈദ്യാണ് ഹിന്ദി പതിപ്പിന്റെ കാലിഗ്രാഫി. നന്ദലാൽ ബോസ് എന്തായിരുന്നു? അത് കുറെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ശരിക്കും നന്ദലാൽ ബോസ് മാത്രമായിരുന്നില്ല കേട്ടോ ഉണ്ടായിരുന്നത്. ശാന്തിനികേതൻ അതിലെ വിദ്യാർത്ഥികളുടെ ഹെഡായിരുന്നു ശരിക്കും നന്ദലാൽ ബോസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് നേതാക്കന്മാരെ മാത്രം നമ്മൾ പഠിച്ചാൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മുടെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ ആരായിരുന്നു? ഫ്രാങ്ക് ആന്റണിയും HS പ്രാറ്റ, MVN കോളിൻസ്. അപ്പൊ ഇതില് ഫ്രാങ്ക് ആന്റണിയാണ് PSCക്ക് കുറച്ചുകൂടി കൂടുതൽ താല്പര്യം എന്നാണ് തോന്നിയിട്ടുള്ളത്. ഫ്രാങ്ക് ആന്റണിയുടെ ക്വസ്റ്റ്യൻ PSC മാത്രമല്ല കുറെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഫ്രാങ്ക് ആന്റണി എന്ന് പറയുന്ന ആൻസർ ആണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ പാസി പ്രതിനിധികൾ ആരായിരുന്നു? HP മോദി, RK സിൻവ, MR മാനസി, ഇവരൊക്കെ ആയിരുന്നു. ഇനി അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഖൂർഖ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധി ആരൊക്കെയായിരുന്നു? ദാംബ സിംഗ് ഗുരുങ് ആയിരുന്നു. ഓക്കെ, ദാംബ സിംഗ് ഗുരുങ് ആയിരുന്നു ഖൂർഖ പ്രതിനിധി എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മുടെ ഈ മൊത്തം ഈ ഒരു കരട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുത്തു? 2 വർഷവും 11 മാസവും 17 ദിവസവും. അപ്പൊ ചിലവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം 18 ദിവസം എന്ന്. നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഇനിയിപ്പോ ഈ ഒരു ഓപ്ഷൻ ഇല്ല, PSC 18 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ഈ ഒരു ഇതില്ല, 18 തന്നെയാണ് കൊടുത്തിരിക്കുന്നെങ്കിൽ 18 എഴുതാം, അതുകൊണ്ട് കുഴപ്പമില്ല. കുറേ 18 എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മുടെ PSC ഇടയ്ക്ക് 17 ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ലോക്സഭ വെബ്സൈറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഡേറ്റ് ഇതാണ്. ലോക്സഭ വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഡേറ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിന്
11 സെഷൻസ് ആയിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. ഈ 11 സെഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 165 ദിവസം എടുത്തു. ഇതിൽ തന്നെ 114 ദിവസം ഡ്രാഫ്റ്റിങ്ങിന് മാത്രം വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം 64 ലക്ഷം രൂപയായിരുന്നു ചെലവ് മൊത്തത്തില്. അപ്പൊ അന്നത്തെ കാലഘട്ടത്ത് 1940-കളിലാണെന്ന് ആലോചിക്കണം. അന്നത്തെ കാലഘട്ടത്തില് നമ്മൾ നോക്കുവാണെങ്കിൽ ഓക്കെ എന്തായിരുന്നു? ഓക്കെ, സായും ഇതും കൂടി തിരിഞ്ഞു പോയി അല്ലേ? മനസ്സിലായി. യെസ്, മസാനി. ഓക്കെ ഫൈൻ, താങ്ക് യു രശ്മി. രേഷ്മ, ഓക്കെ, താങ്ക് യു. അപ്പൊ അന്നത്തെ കാലഘട്ടത്ത് 64 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? വലിയൊരു എമൗണ്ട് ആണ്. അപ്പൊ ഇന്ന് 64 ലക്ഷം രൂപ നമുക്ക് വലുതാണെങ്കിൽ പോലും ഇപ്പൊ ഗവൺമെന്റ് നമ്മൾ നോക്കുമ്പോൾ കോടിയുടെ കണക്കല്ലേ ഉള്ളൂ. അപ്പൊ അന്നത്തെ കാലത്ത് 64 ലക്ഷം രൂപ എന്ന് പറയുന്നത് വലിയ ചെലവായിരുന്നു. അന്ന് തന്നെ ഇതിൽ കുറെ ക്രിറ്റിസിസം വന്നാണ്. നമ്മൾ എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അല്ലെ? അതേപോലെ തന്നെയാണ് അന്ന് 64 ലക്ഷം രൂപ ചെലവഴിച്ചപ്പോ എന്തിനാ ഇത്രയും നമ്മൾ നോക്കുവാണെങ്കിൽ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നത്, ഇത്രയും ചെലവ് എന്തിനാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കുറ്റം പറയാൻ അവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായിരുന്നു? നോട്ട്സ് ഇംഗ്ലീഷിൽ കാണോ? നോട്ട്സ് ഇംഗ്ലീഷിൽ കാണും. ഇപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് PDF അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഞാൻ മലയാളത്തിന്റെ കംപ്ലീറ്റ് നോട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആ മലയാളത്തിന്റെ പ്യുവർ ആയിട്ടുള്ളത് മാറ്റിയിട്ട് ഇംഗ്ലീഷ് അപ്ലോഡ് ചെയ്യും. മംഗ്ലീഷ് അപ്ലോഡ് ചെയ്യും. ദാറ്റ് മീൻസ് ഒരു സ്ലൈഡ് മലയാളം ആണെങ്കിൽ അടുത്ത സ്ലൈഡ് ഇംഗ്ലീഷ്. അതായത് ഈ സെയിം സംഭവത്തിന്റെ തന്നെ ഇംഗ്ലീഷ്. ആ ഒരു രീതിയിൽ അപ്ലോഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വൈകുന്നേരത്തിനുള്ളിൽ ആ 2 ലാംഗ്വേജിലും ഞാൻ അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ ഉള്ളത് മലയാളത്തിൽ മാത്രമാണ്. കാരണം ഒന്നും അപ്ലോഡ് ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലല്ലേ ഏതെങ്കിലും ആദ്യം അപ്ലോഡ് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോഴേക്കും വൈകുന്നേരം ഞാൻ അത് മാറ്റും. ഓക്കെ, മംഗ്ലീഷ് ആക്കും. അപ്പൊ 2 പേർക്കും ഒരു സന്തോഷം. മലയാളത്തിലും വായിക്കാം, ഇംഗ്ലീഷിലും വായിക്കാം. അപ്പൊ ഇത്രയൊക്കെയാണ് മൊത്തം ഇവിടുത്തെ കാര്യങ്ങൾ വരുന്നത്. ഇനി നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞത് ആരാണ്? നസ്രുദ്ദീൻ അഹമ്മദ് ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞത്. 1947 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിച്ചത്. ഇത് ഇപ്പോ റീസെന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കപ്പെട്ടത് 1948 ഫെബ്രുവരി ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഈ ഡ്രാഫ്റ്റിനെ കുറിച്ചുള്ള ഒരു നിർദ്ദേശങ്ങള് വിമർശനങ്ങളൊക്കെ ജനങ്ങൾക്കും കൂടി അറിഞ്ഞ് ജനങ്ങളും കൂടി പറയണം. ശരിക്കും ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഡ്രാഫ്റ്റിംഗ് എന്ന് തന്നെയാണെന്ന് തോന്നുന്നു. ഓക്കെ, ലെറ്റ് മീ ചെക്ക്. ആണോ? ഓക്കെ, ലെറ്റ് മീ ചെക്ക്. ഓക്കെ, ഇതുവരെ ഞാൻ അതേ പറഞ്ഞിട്ടുള്ളത്, ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ജനങ്ങൾക്കുള്ള ഒരു വിമർശനം, ഈ ഡ്രാഫ്റ്റിങ്ങിനെ കുറിച്ചുള്ള സകല ജനങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഒരു വിമർശനം. ആ ഒരു കാലഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കാര്യം ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പൊ ജനങ്ങളും കൂടിയിട്ട് അതിൽ എന്ത് ചെയ്യാണ്, ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങളും കൂടി വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇൻക്ലൂഡ് ചെയ്യിക്കുകയാണ് പറയുന്നത്. ജനങ്ങളും കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്നിട്ട് അവിടുത്തെ കുറെ വിമർശനങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ അവർ ആക്സെപ്റ്റ് ചെയ്യുന്ന പറയുമ്പോഴെന്തായിരുന്നു, അവരുടെ ആ ഒരു ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് നമ്മൾ ആലോചിക്കേണ്ടത് അല്ലെ? അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള മാനസികാവസ്ഥ ഇവർക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു, എന്നിട്ട് 8 മാസം അവർ അതിനുവേണ്ടി മാറ്റിവെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമത്തെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി 1948 ഒക്ടോബറിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ട് ഭരണഘടന നിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്നത് 1948 നവംബർ 4-നാണ്. ഇതിനെയാണ് ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത്. ഇന്നും കൃത്യമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ യെസ് അഭിരാം, ഓക്കെ, നിങ്ങളുടെ ഇടയ്ക്കും കമന്റ് കാണുമ്പോഴാണ് എന്റെ ശ്രദ്ധ പോകുന്നത്. ഓക്കെ ഇപ്പൊ ക്ലിയർ ആയി. ആനന്ദ്, യെസ് ആനന്ദ്, അഭിരാം, ഓക്കെ, ഇപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് എനിക്ക് ക്ലിയർ ആയത് കേട്ടോ. ഞാൻ എന്താണെന്നറിയോ വിചാരിച്ചത്, ഞാൻ ഡ്രാഫ്റ്റിംഗ്, മറ്റേ പുള്ളിക്കാരൻ ഡ്രിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു എന്ന്. ഓക്കെ, ഞാനത് ഡ്രാഫ്റ്റിംഗ് തന്നെ വീണ്ടും പറഞ്ഞു, പ്രൊണൗൺസ് ചെയ്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഞാൻ അറിയാണ്ട് നിങ്ങൾക്ക് വേറെ എവിടെന്നെങ്കിലും ഈ ഒരു പേര് കിട്ടിയോ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. ഇപ്പോഴാണ് അഭിരാം ക്ലിയർ ആയത്, താങ്ക് യു. ഓക്കെ, അനന്തു അതായിരുന്നു ഉദ്ദേശിച്ചത് അല്ലെ? ഞാൻ ആക്ച്വലി വേറെ എന്തോടും ഉദ്ദേശിച്ചത്, സോറി കേട്ടോ. ഓക്കെ ഫൈൻ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ
സെക്കൻഡ് റീഡിങ് 1948 നവംബർ 15 ആരംഭിച്ചിട്ട് ഒക്ടോബർ 17 1948 പൂർത്തിയാവുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തത് നവംബർ 14 തുടങ്ങിയിട്ട് 26 അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കമ്മിറ്റിക്ക് 6 മാസത്തോളം കാലം ആവശ്യം വന്നു. അതായത് ചെറിയ ഒരു കാര്യമല്ല. നമ്മൾ പറഞ്ഞു ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അത്രമാത്രം സമയം എന്തായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. കാരണം നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആരാണ് അംഗം അല്ലാത്തത് എന്ന് പറഞ്ഞിട്ട് PSC ചോദിക്കാറുണ്ട്. PSCയുടെ കോമൺ ആയിട്ട് വരുന്ന 2 ആൻസേഴ്സ് ആണ്. ജവഹർലാൽ നെഹ്റു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ല. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. മിക്ക ക്വസ്റ്റിനും നോക്കുമ്പോൾ PSCയുടെ ആൻസർ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരിക്കും. ജവഹർലാൽ നെഹ്റു എന്തായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ല. ജവഹർലാൽ നെഹ്റു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ല. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആരൊക്കെയാ ഉള്ളത്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ KM മുൻഷി, N ഗോപാലസ്വാമി അയ്യങ്കർ, സയ്യിദ് മുഹമ്മദ് സാദുള്ള, N മാധവറാവു. അപ്പൊ N മാധവറാവു എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ആദ്യം BL മിറ്റർ ആയിരുന്നു. പുള്ളിക്കാരന് സുഖമില്ലാത്ത കാരണം രാജിവെച്ചിട്ടാണ് ഇദ്ദേഹം വന്നത്. അത് കഴിഞ്ഞ് TT കൃഷ്ണമാചാരി, TP കൈത്താൻ മരിച്ചപ്പോ അതിന് പകരമാണ് എന്ത് വന്നത്? TT കൃഷ്ണമാചാരി വന്നത്. ഇനി നമ്മുടെ ഭരണഘടനയുടെ അന്തിമ രേഖ 1949 നവംബർ 26 അംഗീകരിക്കുന്നത്. അങ്ങനെ അംഗീകരിച്ചതിൽ മൊത്തം നമ്മൾ നോക്കുവാണെങ്കിൽ 395 ആർട്ടിക്കിളുകളും അതുപോലെ തന്നെ 22 ഭാഗങ്ങളും 8 ഷെഡ്യൂളുകളുമായിട്ടാണ് അന്നത്തെ ആ ഒരു ഭരണഘടനയിൽ ഉണ്ടായിരുന്നത്. 395 ആർട്ടിക്കിളുകളും 22 ഭാഗങ്ങളും 8 ഷെഡ്യൂളുകളുമാണ് അന്നത്തെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു? ബേസിക് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി ഇതിൽ ഒരുപാട് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. 22 കമ്മിറ്റികളായിരുന്നു ഉണ്ടായിരുന്നത്. അതില് 8 പ്രധാനപ്പെട്ട കമ്മിറ്റികളും 14 എന്തായിരുന്നു? മൈനർ കമ്മിറ്റികളായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ പേര്, ഇത് ആരൊക്കെയാണ് ചെയർമാൻ എന്നുള്ളതും ഞാൻ നോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് കാണാതെ പഠിക്കേണ്ട കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ. അയ്യോ, ഓൾറെഡി സമയമായി അല്ലേ? സമയമായത് അറിഞ്ഞില്ല. ഓക്കെ, എന്നാലും ഞാനിപ്പോ നമുക്കിനി ബാക്കി കുറച്ചും കൂടിയേ ഉള്ളൂ. പക്ഷെ കുറച്ചും കൂടി എടുക്കാനുള്ള സമയം എനിക്കില്ല. അതുകൊണ്ട് ഇതിന്റെ കണ്ടിന്യൂഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിലും കൂടി നോക്കും. ഞാനിത് ഫുള്ളായിട്ട് ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടേ പോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടിയേ ഉള്ളൂ. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ഇതിന്റെ ഇംഗ്ലീഷും മലയാളവും ഉള്ള നോട്ട്സ് ഞാൻ തരാം. അതുപോലെ തന്നെ ഈ നോട്ട്സ് കാണുന്നത് വീഡിയോ റെക്കോർഡ് സെഷൻ കാണുന്നവർക്ക് 4 മണിക്കൂറിന് ശേഷം അവൈലബിൾ ആവുള്ളൂ. താഴെ ഒരു ഡൗൺലോഡ് എന്ന് പറയുന്ന സിമ്പിൾ ഉണ്ട്. ഇവിടെയാണ് നോട്ട്സ് ഉണ്ടാവുക. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വായിക്കുക. ഇതിന്റെ ഇംഗ്ലീഷും മലയാളവും ഞാൻ ഉറപ്പായിട്ടും എന്തായിരുന്നു ഉടൻ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇന്ന് രാത്രിക്കുള്ളിൽ എത്തിക്കുന്നതായിരിക്കും. നോട്ട്സ് ആണ് ഇവിടെ അരുൺ പറഞ്ഞത്. നോട്ട്സ് ആണ് പറഞ്ഞത്. നമ്മുടെ വീഡിയോ ഉണ്ട്, 4 മണിക്കൂറിന് ശേഷം വീഡിയോ ഇവിടെ അവൈലബിൾ ആയിരിക്കും. അതിന്റെ താഴെ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം ഉണ്ടാവും. ആ നോട്ട്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ നോട്ട്സ് കിട്ടും. ഓക്കെ ഫൈൻ. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് ചോദിച്ചോളൂ കേട്ടോ. ചോദിച്ചോ, ഇപ്പൊ ഡൗട്ട് ചോദിക്കാനുള്ള സമയമാണ്. ചോദിച്ചോ. അപ്പൊ അന്നെന്നുള്ളത് അന്നു തന്നെ വായിക്കാട്ടോ. ഒരു 1.5 മാസം കാര്യമായിട്ട് ഇരുന്ന് പഠിക്കുവാണെങ്കിൽ നമുക്ക് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം അല്ലെ? അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോ വീണ്ടും കാണാം. ബൈ. അതെ, 43 ഡേയ്സേ ഉള്ളൂ. അപ്പൊ നല്ല രീതിയിൽ അന്നന്ന് എടുക്കണത് അന്നന്ന് തന്നെ വായിക്കുക. നോട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. അത് പറഞ്ഞിട്ട് ഭയങ്കര വലിയ നോട്ടല്ല, ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.